നന്മയേറും നാടാണല്ലോ കരുനാഗപ്പള്ളി. കലയുടെ നല്ല കളിവീടല്ലോ കരുനാഗപ്പള്ളി. നന്മയേറും നാടാണല്ലോ കരുനാഗപ്പള്ളി. കലയുടെ നല്ല കളിവീടല്ലോ കരുനാഗപ്പള്ളി. ഒരുപിടി ഓർമ്മകൾ ഉണരണ നാട്ടിലെ ഇടവഴി നടവഴി താണ്ടി വരുന്നൊരു കാറ്റിനുമുണ്ടേ കഥകൾ പറയാൻ, കഥയുടെ ചെപ്പു തുറക്കാൻ പോരൂ. ചെറുതിരകൾ ചെങ്കില കൊട്ടണ വട്ടക്കായൽ തീരം കണ്ടോ, പള്ളിക്കലെ ആറു പതിക്കണ ചന്തക്കായൽ ചന്തം കണ്ടോ. മരുതൂക്കുളങ്ങരയുള്ളൊരു പള്ളിക്കൽ കുളത്തിലുള്ളൊരു പള്ളിക്കൽ പുത്രൻ തന്നുടെ മഹിമകൾ അറിയാൻ പോകുന്നുണ്ടോ. മനസ്സിലെ മൈനകൾ ഉണരുണരുണരുണര് ഉണര് ഉണര്. യുഗമഹിമകളൊന്നായി ചേരും മാതൃകയാണ് ഈ നാടിൻ ഹൃദയം. മനുഷ്യരുടെ നല്ല കിനാവിൽ നനവിലൊരുങ്ങി നാട്ടുമഹത്വം. ആകാശക്കുടയുടെ കീഴിലെ ആനന്ദ കിലുക്കമോടെ ആവേശ ചിറകുകളേറി കാലം ചൊല്ലും കഥ കേൾക്കേണ്ടേ. പണ്ടാരത്തെ തെരുവും പാലും മേലെ കോവിലും കൊറ്റം കുളങ്ങരയും ചെറിയഴീക്കലമ്പലവും. മനസ്സിലെ മൈനകൾ ഉണരുണരുണരുണര് ഉണര് ഉണര്. നന്മയേറും നാടാണല്ലോ കരുനാഗപ്പള്ളി. കരയുടെ നല്ല കളിവീടല്ലോ കരുനാഗപ്പള്ളി. ഒരു പിടി ഓർമ്മകൾ ഉണരണ നാട്ടിലെ ഇടവഴി നടവഴി താണ്ടി വരുന്നൊരു കാറ്റിനുമുണ്ടേ കഥകൾ പറയാൻ, കഥയുടെ ചെപ്പു തുറക്കാൻ പോരൂ. ജാതിമത ഭേദമന്യേ സമസ്ത ജനവിഭാഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാട് കരുനാഗപ്പള്ളി. ഇല്ലായ്മയിൽ നിന്നും എങ്ങനെ ഒരു സിനിമ ഉണ്ടാകും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. ആഗ്രഹങ്ങൾ ചേർത്തുവെച്ച് ഉള്ളതുകൊണ്ട് വെളിച്ചം നൽകിയ ഒരു നാടക സംസ്കാരത്തിന്റെ സാക്ഷാത്കാരം. അവസരങ്ങൾ തേടിയെത്തിയവരെയും കേരളത്തിന്റെ സാംസ്കാരിക കാരുണ്യ പ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ നിർത്തി നാടകപ്രതിഭയായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി അണിയിച്ചൊരുക്കുന്ന വലിയ മനസ്സിന്റെ ഒരു കൊച്ചു സിനിമ. ഇടത് വലത് തിരിഞ്ഞ്. ആ രാജേട്ടാ, ക്യാബിലേക്കൊന്ന് വരുമോ? ഹലോ, ഷംസു അല്ലേ? അതേക്കാ. ഇക്കയാടാ. പറയക്കാ. നീ എവിടെയാ? ഞാൻ ഷോപ്പിലുണ്ട്. നാസർ ഷോപ്പിലുണ്ടല്ലോ. നാസർ റോഡ് ഉണ്ട്. നീ എന്നാ വേഗം വീട്ടിലേക്ക് വാ. വീട്ടിലേക്ക് വരാക്ക. നാസറേ, ഇക്ക എന്നെ വിളിച്ചു. ഞാൻ വീട് വരെ പോയിട്ട് വരാം. കൗണ്ടർ നോക്കിക്കോ.
ഇത്താത്ത ഇക്കൊക്കെ ഇങ്ങ് വന്നില്ലേ? ഇല്ല ശംസേ. ആ കൊച്ചാപ്പ, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കൊച്ചാപ്പ, സലീമിന്റെ കാര്യം ഷാജി എന്നെയും വിളിച്ചിരുന്നു. എന്താ ഇത്താത്ത കാര്യം? ഓ, അതെന്തുണ്ടേലും എന്നോട് വല്ലതും പറയൂടാ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. അല്ല, എനിക്കിനി ഇവിടെ നിൽക്കാവോ? ആരിഫ, നിൽക്കണോ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കൂ. എന്താ ഇക്കൊക്കെ കാര്യം? ഇന്റർപോൾ എത്തിയിട്ടുണ്ടാ. അവർ മസ്കറ്റ് ഹോട്ടലിൽ തങ്ങുന്നു. സലിമിന്റെ കാര്യം വളരെ കഷ്ടമാ. ഇക്കാക്ക ഇതെങ്ങനെ അറിഞ്ഞു? നമ്മുടെ അബൂബക്കയുടെ മോൻ ഹോട്ടലിലെ കാഷിറ റൂട്ടും വീടും ഒക്കെ അന്വേഷിച്ചെന്നറിഞ്ഞു. എന്റെ റബ്ബേ, ഇനി എന്തൊക്കെ കാണണം. എനിക്കിതൊന്നും കേൾക്കണ്ട. അല്ല, സലീം എവിടെ? അവൻ വിവരം പറഞ്ഞു കാണില്ല. അസ്സലാമലൈക്കും മച്ചാപ്പ. ഉം. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. ഇന്ന് കടയിൽ പോയില്ലേ? സലീമേ, അവരെത്തി. ആര്? നീ എന്നും പേസ്വപ്നം കണ്ട് ഉറക്കമുണർത്തുന്നവർ. ഇന്റർപോൾ. തലസ്ഥാനം വരെ ആയടാ. ഞാനിനി എന്ത് ചെയ്യണം? അത് നീ അന്ന് ചിന്തിക്കണമായിരുന്നു, കുറ്റം ചെയ്യുന്നതിന് മുമ്പ്. ഇടാ, ഷേഖിന്റെ അടുത്ത ബന്ധുവിനല്ലേ നീ പറ്റിച്ചു പോരുന്നത്? ഇടാ, കേരള പോലീസല്ല പറഞ്ഞു നിൽക്കാൻ. നിനക്കൊളിക്കാൻ ഒരിടവുമില്ല. നിന്റെ ഫോട്ടോ എല്ലാ എയർപോർട്ടിലും ഇതിനോടകം എത്തിയിരിക്കും. എന്റെ റബ്ബേ, എന്റെ മക്കൾ. ഡാ, ഈ നിൽക്കുന്ന മനുഷ്യനെ നീ കണ്ടില്ലേ? നമ്മുടെ കൊച്ചാപ്പ. ഇക്കായും എന്നെയും നിന്നെയും നമ്മളെ വളർത്തിയ കൊച്ചാപ്പ. ഉമ്മായും ബാപ്പായും ഇല്ലാത്ത നമ്മളെ ഈ കൊച്ചാപ്പ എങ്ങനെയാ വളർത്തിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അടയ്ക്കാ മരത്തിൽ കയറി ചമ്പം പറിച്ച് അത് പൊളിച്ച് തല ചുമടായി കിലോമീറ്റർ അകലെയുള്ള ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അന്യന്റെ ഒരു മുതലും അറിയാതെ പോലും എടുക്കാത്ത നമ്മുടെ കൊച്ചാപ്പ. എടാ, നിന്നെ പോലെ ഞങ്ങളും അറബി നാട്ടിൽ നിന്ന് വന്നതല്ലേ. നേരാവണ്ണം ഞങ്ങൾ സമ്പാദിച്ചതാണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. വിശ്വസിച്ചേൽപ്പിക്കുന്ന മുതൽ അതേത് നാട്ടുകാരൻ്റെ ആണെങ്കിലും അത് അപഹരിക്കാൻ പാടില്ല. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ നീ ഒരു കള്ളനാണ്, അറബിയെ പറ്റിച്ച കള്ളൻ. ഞങ്ങൾക്ക് കിട്ടിയടാ ബഹുമതി, കള്ളന്റെ ഇക്കാമാരെന്ന്. മതി, നിർത്ത്. ഇനി വിചാരണയല്ല ആവശ്യം, പരിഹാരമാണ്. ആ, എനിക്ക് നിസ്കരിക്കാൻ സമയമായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. മോനെ, കൊച്ചാപ്പ നിനക്കായി പ്രാർത്ഥിക്കാം. കൊച്ചാപ്പ, അയ്യോ, കൊച്ചപ്പ പോവാണോ? ആഹാരം എടുത്തു വെച്ചേക്കുന്ന കൊച്ചപ്പ, കഴിച്ചിട്ട് പോകാം. വേണ്ട മോളെ, ഒന്നും ഇറങ്ങില്ല മക്കളെ. ഇക്ക, കൊച്ചിക്ക, എന്തെങ്കിലും ഒന്ന് പറയ്. എന്നാലിനി ഞാൻ പറയാം. 3 പേരും കൈ കഴുകിയിട്ട് വന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചേ. എത്ര നേരമായി ഭക്ഷണം എടുത്ത് വെച്ചിട്ട്? ഇത്താക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. ഓഹോ, എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം അറിയുന്ന ഒരുത്തി നിന്റെ പുരയിലുണ്ടല്ലോടാ. അവളെയും കൊണ്ട് ഗൾഫിൽ പോകാൻ നേരത്ത് അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അവൾ ഒറ്റ ഒരുത്തി പിരികേറ്റി തന്നതാ ഇന്ന് നീ കിടന്ന് നീർന്നതിനെല്ലാം കാരണം. നീ മാത്രമാണോടാ നിന്റെ ഈ കിക്കമാർ അനുഭവിക്കുന്ന വിഷമം? ദാ കൊച്ചാപ്പ എല്ലാം മനസ്സിലൊതുക്കി കരയാതെ കരഞ്ഞിറങ്ങിപ്പോയി ആ മനുഷ്യൻ. എല്ലാം ഞാൻ അറിയുന്നു. ഞാൻ ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അവളും മക്കളും ഞാനും ചാവണോ? എടാ, ചത്താൽ പ്രശ്നം തീരുവോ? നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. ഒരു പ്രശ്നമുണ്ടായി ധൈര്യമായി നേരിടണം. ഏതായാലും മൂക്കുമുട്ട മുങ്ങിയവനല്ലേ നീ. ഒന്ന് ശ്രമിക്കാം, രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന്. ഏതായാലും നീ ഭക്ഷണം കഴിച്ചിട്ട് പോ. നിഷേധിക്കല്ല, വേണ്ട.
കൊച്ചാപ്പ ഉമ്മച്ചി, കൊച്ചാപ്പയ്ക്ക് ഇതെന്ത് പറ്റി? കൊച്ചാപ്പയ്ക്ക് എന്നും പ്രശ്നമല്ലേ മോളെ? വലിയ കൊച്ചാപ്പ പറ, എന്തു പറ്റി? നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? ഞാൻ നൃത്തം പഠിക്കാൻ പോയിട്ട് വരുന്നു. ഓ മോളിങ്ങി പോരാ, നൃത്തമൊന്ന് കേട്ടാ നിന്റെ കൊച്ചാപ്പാക്ക് ഭ്രാന്ത. ആണോ കൊച്ചാപ്പ? ദേ ഞാനൊരു പിട വെച്ച് തരുവേ. ആ, എന്നെ അടിച്ചാലേ എന്റെ വാപ്പിച്ചി ഉണ്ട് ചോദിക്കാൻ, അല്ലേ വാപ്പിച്ചി? മോള് കേറിപ്പോ, ഞങ്ങളൊരു അല്പം ബേജാറില്ല. ഓ, ഈ സ്വർണ്ണ കച്ചവടക്കാരുടെ ബേജാർ എന്നാണാവോ തീരുന്നേ? ഉമ്മച്ചി ഇങ്ങോട്ട് വാ. ദേ നമുക്ക് പറ്റിയ പണിയല്ലേക്കാത്. ഏതാ സ്വർണ്ണ കച്ചവടോ? ഓ, ഇക്കാടെ ഒരു തമാശ. എടാ, അകത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇച്ചിരി വ്യായാമമൊക്കെ നല്ലതാ, പക്ഷെ അതിന് ഡാൻസ് ഒക്കെ ബെസ്റ്റാ. നമ്മുടെ ആൾക്കാർക്ക് പറ്റിയ പണിയാണോ ഇക്ക ഇത്? നമ്മുടെ ആൾക്കാർക്കും പറ്റും. നീ കലാമണ്ഡലം ഹൈദരാബാദിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ ആളാ. പക്ഷേ അദ്ദേഹം കഥകളിപ്പാട്ടുകാരനായിരുന്നു. അതുപോലെ നിലമ്പൂർ ഐഷയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതും നമ്മുടെ ആള് തന്നെ, പക്ഷേ നാടക നടിയാണ്. കലയ്ക്ക് ജാതിയില്ല, മതമില്ല. ദഫ്മുട്ടും അറബനമുട്ടും മാപ്പിളപ്പാട്ടും ആരാ പാടുന്നത്? നമ്മുടെ ആൾക്കാർ മാത്രമല്ല. ദേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ കുറെ നാളുകൊണ്ടേ പറയുന്നതാണല്ലോ കാര്യം. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്റെ മോളുടെ പക്ഷത്താ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സലിമാണല്ലോ നമ്മുടെ വിഷയം. പടച്ചവൻ എന്തെങ്കിലും വഴി കാണിക്കുമെന്നേ. കൂടപ്പിറപ്പായി പോയില്ലേക്കാ. വാ, എനിക്ക് വിശക്കുന്നു. ഉമ്മ, ഈ തലയിൽ എങ്ങനെ ഈ പേനുണ്ടാവുന്നേ? അതിനെപ്പറ്റി അമ്മൂമ്മ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണോ ഗവേഷണം നടത്തുന്നേ? ഇങ്ങനെയും ഗവേഷണം നടത്താം. നൗഫൽ ഇവിടെ ഇല്ല, നുഫൈലേ ഉള്ളു. അവനൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഗവേഷണമോ? ഉമ്മക്ക് പിന്നാമ്പറത്തം കാണാൻ പോയിരുന്നു, തല ചീക്കൂടെ? എന്താടി ഇവിടെ ഇരുന്ന് ചീകിയ പേരൊന്നും കിട്ടത്തില്ലയോ? മനുഷ്യര് കയറി വരുന്ന വഴിയല്ലേ ഉമ്മ? അതിനി ഉമ്മയ്ക്ക് ഇവിടെ ഇരുന്നൂടെ? നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. നൗഫൽ എന്തിയടാ? ഞാനിവിടെ ഉണ്ട്. ഞാനവിടെ പോവാനാ. നീ എവിടെ ഇരുന്നടാ? എന്താ അമ്മ? നിന്റെ വാപ്പ എന്തിയടാ? മക്കളോട് പറഞ്ഞിട്ടാന്നോടി അവൻ വെളിയിൽ പോകുന്നത്? ഉമ്മയോട് ഞാനൊന്നും ചോദിച്ചില്ല. നിന്റെ തുണിത്തുമ്പയിലെ കെട്ടഴിച്ച് അവനൊന്ന് പുറത്തു പോയി. ഉമ്മായും ഉമ്മുമ്മായും സ്റ്റണ്ട് തുടങ്ങി. പക്ഷെ കരാട്ടയും കുംഫൊന്നും പ്രതീക്ഷിക്കണ്ട. ഉമ്മയും തോക്കില്ല, ഉമ്മുമ്മയും തോക്കില്ല. അവസാനം രണ്ടിനും വെള്ളം കൊടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവും. നിർത്തടാ നിന്റെ കൊച്ചുവായിലെ വലിയ വർത്തമാനം. എന്താ വാപ്പ മുഖമല്ലായിരിക്കുന്നേ? എന്തു പറ്റി? എന്താ മോനെ? എന്താ വാപ്പിച്ചി? ഒന്നുമില്ലടാ. കുടിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട, പാപ്പി കുറച്ചു നേരം ഒന്നിരിക്കട്ടെ. രണ്ടുപേരും ഒന്നകത്തോട്ട് പോ. പോടാ, പോയിരുന്നെല്ലാം പഠിക്കേ. ചെല്ല്. മോനെ, നീ ആരോടെങ്കിലും വഴക്കിട്ടോടാ? എന്തോ പറ്റി നിനക്ക്? ഒന്ന് വാതറക്ക് മനുഷ്യ. എന്ത് സംഭവിച്ചാലും പരിഹാരമില്ലേ? ഐഷത്തെ, നീ അകത്തു പോ. എനിക്ക് എന്റെ കെട്ടിയവനോട് മിണ്ടണ്ടേ എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് അങ്ങനാ തോന്നിയേ. ആ, നിനക്കങ്ങനെ പലതും തോന്നും. രണ്ടുപേരും ഒന്ന് നിർത്ത്. മോനെ, ഞാൻ നിന്നെ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ നിന്റെ ഉമ്മയല്ലേടാ. എന്തോ പറ്റി നിനക്ക്? അവരെത്തി. ഇന്റർപോൾ എന്ന് വെച്ചാൽ? ലോക പോലീസ്. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. നിങ്ങളെന്തിനാ മനുഷ്യ എന്നെ കൊല്ലുന്ന നോട്ടം നോക്കുന്നേ? കക്കാൻ പഠിച്ചാലേ നിൽക്കാനും പഠിക്കണം. എവിടെ എവിടെ നിൽക്കും? ഓടാനും വിളിക്കാനും ഇനി ഇടമില്ല. നിങ്ങൾക്കറിയാവുന്ന പാർട്ടി നേതാക്കന്മാരില്ലേ? അവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുമായിരുന്നല്ലോ. അവരെ കൊണ്ട് കാര്യം നടത്തണം. പടച്ച തമ്പുരാനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാ, നമ്മുടെ ഈ വീടും കടകളും ഗോഡൌണും ഒക്കെ എങ്ങനെ ഉണ്ടായതാ? മോൻ ഗൾഫിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കി. അത് സത്യമല്ല മാ. പിന്നെ
ചതിച്ചതാണുമ്മ. മകനെ പോലെ വിശ്വസിച്ചേൽപ്പിച്ച എൻ്റെ അറബിയുടെ സ്ഥാപനങ്ങളും എല്ലാം കൊള്ളയടിച്ചതാണുമ്മ. മോനെ, ഞാൻ എന്തായി കേക്കുന്നത് എന്റെ റബ്ബേ? സത്യമാണുമ്മ. തിരക്കി വരില്ലെന്ന് വിചാരിച്ചു, പക്ഷേ അവരെല്ലാരും എത്തിയിട്ടുണ്ട്. എനിക്കിതൊന്നും കേക്കാൻ വയ്യേ എന്റെ റബ്ബേ. എന്റെ മക്കളെ, നീ പറയുന്നതൊക്കെ സത്യമാണോടാ? എനിക്ക് വയ്യടാ, എന്റെ ശരീരമൊക്കെ കുഴഞ്ഞു വരുന്ന പോലെ. അച്ഛാ, ചായ. അച്ഛൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മോളെ. അച്ഛൻ വരുമ്പോഴേക്കും ചായ ഐസായിരിക്കും. എവിടെ നിന്റെ ആങ്ങള, ആ വലിയ സിനിമാ സ്റ്റാർ? കുട്ടികളുമായി പരിയമ്പരത്തുണ്ട്. ഓ, ആട്ടെ, അച്ഛൻ ഇന്ന് സ്വർണ്ണക്കട പോണ്ടേ? ഷാജി മുതലാളി കാറുമായി എത്തുമെന്നാ പറഞ്ഞത്. ആഹാ, മാനേജരെ കൊണ്ടുപോകാൻ മുതലാളി കാറുമായി എത്തുന്നു. അതുകൊണ്ടല്ല മോളെ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലേ. ലാഭമുണ്ടാക്കുന്നത് മുഴുവൻ കീശ വീർപ്പിക്കുകയല്ലോ. ഏതെല്ലാം ചാരിറ്റി സൊസൈറ്റികളാ അദ്ദേഹത്തിനുള്ളത്. അച്ഛനെ പോലെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ കടയും ഏൽപ്പിച്ച് പുള്ളിക്ക് എവിടെയും പോകാമല്ലോ. എന്തുവാടി രാവിലെ തന്നെ രണ്ടും കൂടെ എന്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു? മാമന്റെ പല്ലേപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഒരു സിനിമാ നടന്റെ സ്റ്റൈല്. അതിന് മാമ സിനിമ നടനാണല്ലോ. എന്തുവാടി ഒരാക്കിയ ചിരി? മാമൻ അഭിനയിച്ച സിനിമ കണ്ട് ഓർത്തപ്പോ ചിരി വന്നതാ. ദാ വന്നു, ദേ പോയി. അത്രയല്ലേ പറ്റിയുള്ളൂ മാമ. നീയോ ആക്കിയതാണോടി? ആദ്യമൊക്കെ എങ്ങനെയാ മാമ? ഈ സുരേഷ് ഗോപി, മമ്മൂട്ടി ഒക്കെ ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ദാ വന്നു, ദേ പോയി. ചേച്ചി, എന്താടാ? ദേ ഇതിങ്ങളെ രണ്ടിനും കൂടെ ഞാൻ പിടിച്ച് കിണറ്റ് പിടിച്ച് തള്ളിയിട്ട് കൊല്ലും കേട്ടോ. എന്താടാ, അവര് നിന്നോട് സിനിമ കഥ പറഞ്ഞോ? ചേച്ചി, സാരമില്ലടാ മോനെ, ഏത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള വിമർശനം ഉണ്ടാകും, എന്നാലേ നന്നാകത്തുള്ളൂ. ചേച്ചി ചേച്ചി എനിക്ക് നല്ല നിറമില്ലേ? അച്ഛനേക്കാൾ നല്ല നിറമുണ്ട്. പൊക്കോ ഇല്ലേ? മമ്മൂട്ടിയുടെ അത്ര ഇല്ല, ഇടവേള ബാബുവിനേക്കാളുണ്ട്. ചേച്ചി ഇതേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മാമനെ സുഖിപ്പിക്കുന്ന രണ്ട് വർത്താനം പറ മക്കളെ. ദേ എന്റെ കുഞ്ഞാങ്ങളൊക്കെ നല്ല നിറവുണ്ട്, നല്ല പൊക്കമുണ്ട്, ഭംഗിയുണ്ട്, പൂച്ചക്കണ്ണുണ്ട്. എടി അത് ഇപ്പോഴത്തെ സ്റ്റൈലാ. നേരെ ആർക്കും കിട്ടാത്ത സ്റ്റൈലാ. എന്നിട്ട് എനിക്ക് മാത്രം എന്താ ചേച്ചി സിനിമയിൽ ഒരവസരവും കിട്ടാത്തത്? എടാ മോനെ, പ്രേം നസീർ സ്റ്റൈലൊക്കെ മാറിയടാ. ഇപ്പോഴത്തെ നായക നടന്മാരെ കണ്ടിട്ടുണ്ടോ? പുറത്ത് പൊക്കണവും തൂക്കിയിട്ട് പാണ്ടി പിച്ചക്കാര് നടക്കുന്നത് പോലെ ട്രെൻഡ് മാറിയടാ. നീ അകത്തേക്ക് വാടാ മോനെ, ചമ്മന്തി കൂട്ടി 2 ദോശ കഴിക്ക്. വാ ഇവിടെ വാടി, ഇവിടെ ഇപ്പൊ ശരിയാക്കി തരാം. എന്താ സലീമേ രാവിലെ? രാജേട്ടാ, അദ്ദേഹം ഉണ്ടോ? ആര്? അശോകനാ? അതെ. അവൻ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാന്ന് തോന്നുന്നു. രാജേട്ടാ, ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് സലീമിനറിയാലോ. എന്റെ അനുജനാണേലും അവൻ ഒരു പ്രത്യേക ടൈപ്പാ. ഏതായാലും സലീം അകത്തേക്ക് കയറിയിരിക്കെ. വാ. അശോക. എന്താ ചേട്ടാ വിളിച്ചു? ഇത് ഇതെനിക്കറിയാം. സലീം. അതെ. വന്നതെന്തിനാണെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കണം. മുകളിൽ നിന്ന് മെസ്സേജേ വന്നിട്ടുള്ളൂ. നടപടിക്രമങ്ങളൊക്കെ പുറകെ കാണും. പിന്നെ ഇവിടേക്ക് നേതാക്കന്മാരെ റെക്കമെൻഡേഷൻ കൊണ്ടുവരാത്തതിൽ സന്തോഷം. സലീം ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കാണിക്കവഞ്ചി കുത്തി തുറക്കുന്നവനും
ബാങ്ക് കൊള്ളയടിക്കുന്നവനും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ്. അത് ചെറിയവനായാലും വലിയവനായാലും അതിനൊരു പേരേ ഉള്ളൂ, കള്ളൻ. സാർ എല്ലാ തെറ്റും ഞാൻ സമ്മതിക്കുന്നു. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയും. മറ്റൊന്നും ആലോചിച്ചിട്ടല്ല, ജയിലിൽ പോകാൻ മടിയുണ്ടായിട്ടുമല്ല. പറക്കാൻ പറ്റാത്ത 2 മക്കൾ, ഭാര്യ. സലീം തെറ്റ് ചെയ്യുന്നതിന് മുമ്പും ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ വലിയവനാകാനുള്ള മോഹം നല്ലതാണ്. പക്ഷേ അതിനുള്ള മാർഗം, ആ മാർഗവും നല്ലതായിരിക്കണം. ഒന്ന് ഞാൻ സലീമിന് ഉറപ്പ് തരാം, അറസ്റ്റ് ചെയ്യാനുള്ള ചുമതല എനിക്കാണെങ്കിൽ പോലീസ് മുറ ഉപയോഗിക്കാതിരിക്കാനുള്ള ശ്രമം ഞാൻ നടത്താം. ഓക്കെ? ശരി സാർ. ഹലോ നടൻ ഇന്ന് ചാൻസ് ഒന്നും ഇല്ലായിരുന്നോ? എന്റെ കൊച്ചച്ഛന്റെ കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? എടാ മോനെ, നീ ആ അവസാന സെമസ്റ്ററെങ്കിലും എഴുതിയെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഓ, അതൊക്കെ ഞാൻ എഴുതിയെടുത്തോളാം. എഴുതിയെടുത്താ നിനക്ക് കൊള്ളാം. ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. സാരമില്ലടാ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അവരങ്ങനൊക്കെ പറയും. മാമൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുളവാകും. ഓടിയോടും. ഡി, കളി നിർത്തിയിട്ട് പോയിരുന്ന് പഠിക്കും. പോ അപ്പുറത്ത്. ഓ, കല്ലട ജമാലോ? അതെന്താ ഉമ്മായിക്ക് ഒരു പരിഹാസം പോലെ? നേതാക്കന്മാരെ പരിഹസിക്കാൻ പറ്റുമോടാ? നിന്നെ കാണാനില്ലല്ലോ ജമാൽ. അതിനെന്താടി, ആങ്ങളെ ഇപ്പം വയറു നിറച്ചങ്ങ് കണ്ടോ? ഉമ്മായിക്ക് ഇത് എന്തു പറ്റി? ഉമ്മായിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാനാണോ എന്റെ പൊന്നുമോൻ ഇപ്പൊ ഇങ്ങ് വന്നത്? ഒന്ന് മതിയാക്കുമ്മ, അവൻ വല്ലപ്പോഴല്ലേ കയറി വരുന്നത്. ഉമ്മ പറയട്ടെ. ഓ, ഇനി എത്ര കാലം പറയാനാന്നല്ലേ? ആട്ടെ, നിന്റെ മച്ചാന്റെ വിശേഷമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. അവനെ രക്ഷിച്ചെടുക്കാൻ വല്ല മാർഗം ഉണ്ടോ നിന്റെ കയ്യില്? നീ വലിയ നേതാവൊക്കെ ആണല്ലോ. നമുക്ക് ശ്രമിക്കാം ഉമ്മ. ഉമ്മ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നാള് എന്റെ പുരയെ വന്നതില്ലേ, അവിടെ കുട്ടികളും അവളും മാത്രമല്ലേ ഉള്ളൂ. ഓ, ഫസ്റ്റ് വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴാനെന്ന്. ജമാല് മോനെ, നിന്റെ കെട്ടിയോളെക്കാളും എത്രയോ ഭേദമായി എന്റെ ഈ നിൽക്കുന്ന മറന്ന. ഉമ്മാടെ ഒരു കാര്യം. മാമോ, രണ്ടെണ്ണോടെ എവിടെ പോവാടാ? മോറൽ ക്ലാസ്സിന് മാഷിന്റെ ആ, ആട്ടെ, മച്ച എന്തേ? അവനകത്ത് കിടക്കുവാ. ഇത്താത്ത ഒന്ന് സമാധാനം. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഒന്നുമില്ലേലും ഞങ്ങളുടെ പാർട്ടി അല്ലയോ ഭരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിക്കാരെ എപ്പോ അകത്താകുമെന്ന് പടച്ച തമ്പുരാൻ അറിയാം. കരുനാക്ക് കൊണ്ടൊന്നും പറയാതെ. എന്റെ കരുനാക്ക് കൊണ്ടാണല്ലോ നിന്റെ കെട്ടിയോനിപ്പം നെട്ടോട്ടം ഓടുന്നത്. അറബിയുടെ കുറച്ച് കേട്ടപ്പം കൂടുതൽ കക്കാൻ അങ്ങേരി കയറ്റി. കക്കമാരെക്കായാലും അവക്ക് വലിയ കൊട്ടാരം പണിയണം. എടി, ആണുങ്ങൾ കുറച്ച് ഇളതാവുമ്പോഴേ അവരെ ഇട്ടങ്ങ് കുരങ്ങ് കളിപ്പിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഒരു തള്ള ചില സമയത്ത് തള്ളയാന്ന് കൂടി തോന്നത്തില്ല. വലിച്ചിട്ട് തല്ലാൻ തോന്നുമല്ലോടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നു. പറഞ്ഞിട്ടാ കണ്ണീര് കാണാനേ ഇവിടെ ആർക്കും നേരമില്ല. ഓ, എന്താ കുഞ്ഞുങ്ങളെ? എന്തു പറ്റി?
താ തേയ് തിത് തേയ് താ തേയ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാരും വീട്ടിൽ പൊയ്ക്കോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. ആ പോട്ടെ. അതെ, മാഷിന്റെ മോറൽ ക്ലാസ്സിൽ കാണാം. 1 2 3 4 5 6. അല്ല, ഈ കുട്ടി പോകുന്നില്ലേ? അല്ല, ഇത് ഇവിടുത്തെ കുട്ടി, ആരതിക്കുട്ടി, അച്ഛന്റെ പുന്നാര കുട്ടി. ബാബു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ നൃത്ത ക്ലാസ്സിൽ വന്ന് ശല്യം ചെയ്യരുതെന്ന്. എടി, എനിക്ക് എന്റെ വീട്ടിൽ വന്നൂടെ? ഈ വീടിന്റെ വാടക ഞാനല്ലേ മാസം മാസം എണ്ണി കൊടുക്കുന്നത്. മോള് പറ, ആരതി മോള് പറ. എല്ലാം ശരിയാ, പക്ഷെ നിങ്ങളുടെ ഈ കുടി ഒഴിച്ച്. അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരിനെ പറഞ്ഞാ മതി, അല്ലേ മോളെ? എവിടെ എന്റെ മോൻ ഹരിമോൻ? അവൻ അപ്പുറത്തുണ്ട്. അവനെ വിളിക്ക്. മക്കളെ. മക്കള് വേണ്ട, മകൻ. മകൻ ഒന്ന് മതി. ബാബു. ഭർത്താവിനെ പേരെടുത്ത് വിളിക്കണ ഈ പഞ്ചായത്തിലെ ഒരേ ഒരു ഭാര്യ വീണാകുമാരി. അതൊക്കെ പോട്ടെ, പഴങ്കഥ അല്ലേ മോളെ? അയ്യോ, എന്റെ ഹരിമോൻ. നമ്മനെ കൊണ്ടുപോയി കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ, ആർക്കും കൊടുക്കണ്ട. എന്റെ മോക്ക് അല്പം കൊടുക്കുക കേട്ടോ. മോനെ, എന്റെ മോക്കും കുറച്ച് കൊടുക്ക്. മോനും വയറ് നിറച്ച് കഴിച്ചു, വേറെ ആർക്കും കൊടുക്കണ്ട. മോനെ മാധവ. സാരമില്ലമ്മേ, ഇത് പതിവുള്ളതല്ലേ. അത് സാരമില്ല ചേട്ടാ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്നേ. ആഹാരത്തെ നിന്ദിക്കരുതെന്നല്ലേ അമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ മാധവന് പ്രായത്തേക്കാൾ പക്വതയുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പണ്ടേ ഉള്ളതല്ലേ നിന്നെയും ആരതിയെയും വേറിട്ട് കാണുന്നത്. കൊറേ ദിവസമായി എന്നോട് വലിയ കാര്യം അമ്മേ. അതാണ് മോളെ അമ്മയ്ക്കും പേടി. നിങ്ങളുടെ അച്ഛൻ അകാലത്തിൽ പോയിട്ടല്ലേ ഇങ്ങനൊരു ജീവിതം. ഞാനും ആലോചിച്ചിട്ടുണ്ടമ്മേ, എന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും അച്ഛൻ മതിയായിരുന്നു എനിക്കുമെന്ന്. നീ അങ്ങനെയൊന്നും പറയല്ലേ അനിയ, നിന്റെ അച്ഛന് നിന്റെ ജീവനാ. ചേട്ടനോട് എന്താ ആ സ്നേഹം കാണിക്കാത്തെ? ഞാൻ നിന്റെ അച്ഛന്റെ മോനല്ലല്ലോടാ. മോനെ സാരമില്ലമ്മേ, അല്ലേടാ അനിയ. ദേ, പലഹാരത്തിൽ നല്ല ചൂടുണ്ട്, ഇത് അമ്മ എന്നെ പങ്കുവെക്ക്. ഇറങ്ങടാ ഇങ്ങോട്ട്. ഇവന്മാരൊക്കെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഇറങ്ങടാ ഇങ്ങോട്ട്, നടക്കടാ. സാറേ, ഞങ്ങളെയൊക്കെ എന്തിനാ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാർ? അല്ല തന്നെ എന്തോലത്താണ് സാറേ ഞങ്ങളെ ഇപ്പൊ വിളിച്ചോണ്ട് വന്നത്? സാറന്മാരെ അവരുടെ ഡ്യൂട്ടി നിന്ന് വാചകടിക്കാൻ നടക്കണേ. ഇവൻ ആ മുസ്ലിയാരുടെ മാന, അയാൾ എത്ര പാവമാ. മിസ്റ്റർ ഓഫീസർ, സാർ, എത്ര വലിയ തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നത്? അയാൾക്കുള്ള സ്വാധീനമോ പിടിപാടോ ഒന്നും നിയമത്തിന് മുന്നിൽ ഒരു വിഷയമേ അല്ല. ഓക്കെ സാർ, എനിക്കറിയാം സാർ. എത്രയും വേഗം അയാളെ അറസ്റ്റ് ചെയ്യണം. ഉടനെ അറസ്റ്റ് ചെയ്യാം സാർ. പിന്നെ മീഡിയാസ് അറിയാതെ ഇത് ഒതുക്കി തീർക്കുകയും വേണം. അല്ലെങ്കിലും സ്വർണ്ണക്കേസിൽ കേരളം നാണം കെട്ടിരിക്കുകയല്ലേ സാർ. അവരുടെ ചേട്ടന്മാർ രണ്ടും നാട്ടിലെ മാന്യന്മാരും കാരുണ്യ പ്രവർത്തകരുമാണ് സാർ. ഉടനെ അറസ്റ്റ് ചെയ്യാം, ഉടനെ അറസ്റ്റ് ചെയ്യും സാർ. ഓക്കെ. എന്താ പ്രസന്ന കാര്യം? നാട്ടിലെ പ്രമാണിമാരാണെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. കണ്ടോ, സാറിന് മനസ്സിലായി ഞങ്ങളൊക്കെ മാന്യന്മാരാണ്. എന്നിട്ട് ഈ സാറുമാർക്കൊക്കെ ജോലി ചെയ്യാതെ ഇവന്മാർക്ക് കാശ് വേണം സാറേ. ആ പോസ്റ്റ്മാൻ വീടും കെട്ടിപ്പെറുക്കി ട്രാൻസ്ഫർ കിട്ടിയ സ്ഥലത്തേക്ക് സാധനങ്ങൾ ലോറിയെ കയറ്റിയപ്പോ ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. സാധാരണ ഉള്ളതിൽ കുറച്ചേ ചോദിച്ചുള്ളൂ. ഒറ്റ പൈസ തരത്തില്ലെന്ന് ആ പോസ്റ്റ്മാൻ പറഞ്ഞിരിക്കുന്നു. സാറേ, സ്വന്തമായി സാധനം വണ്ടി കയറ്റരുതെന്നേ ഞങ്ങള് പറഞ്ഞോളൂ. പിന്നെന്തിനാ ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്? ചോദിക്ക് സാറേ, അങ്ങോട്ട് നന്നായിട്ട് ചോദിക്കും. വെറുതെ നോക്കി നിന്നാലും കൂലി, നോക്കുകൂലി പോലും. ഇതൊക്കെ നേരത്തെ സർക്കാർ നിർത്തിയല്ലോടാ. ഞങ്ങളെ നിർത്തിയിട്ടില്ല സാറേ. ജയാ. യെസ് സാർ. പണിയുണ്ടെന്നാ തോന്നുന്നത്. സാർ, അകത്തേക്ക് കൊണ്ടുപോകട്ടോ. സാറേ, ഞാനേ കോയാക്കുട്ടി മുസ്ലിയാരുടെ മോനാണ്. പ്രസന്ന. കോയാക്കുട്ടി മുസ്ലിയാരുടെ മോനാകുമ്പോഴെന്തുവാ, എണ്ണ ഇത്തിരി കൂടിക്കോട്ടെ സാർ. അത് മുസ്ലിയാരുടെ മോൻ അല്ലെന്ന് പറയാൻ പോവാന്നോടാ. ഞങ്ങളാരും മുസ്ലിയാരുടെ മക്കളല്ല സാറേ, ഞാനും അല്ല സാറേ. ഹലോ. ഓക്കെ,
ആ എന്താ വിളി വരാഞ്ഞെന്ന് വിചാരിച്ചിരുന്നത്? ഓ അവരൊക്കെ വരുന്നോ? ആ ഓക്കെ. അല്ല ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറിയിട്ട് 2-3 ദിവസമായി. ആ കുട്ടികൾ പഠിക്കുമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രസന്ന. യെസ് സാർ. വലിയ നേതാവാ വിളിച്ചത്. കൊച്ചു നേതാക്കന്മാരെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന്. എന്തായാലും ഒമാരെ തട്ടി അകത്താക്ക്. സാർ. ഏയ് നടക്കടാ നടക്കടാ അങ്ങോട്ട്. എന്താടാ നിന്ന് ചറയുന്നത്? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? നിന്റെ പുറത്തോട്ട്. ഹലോ, ഷാജിയല്ലേ? അതെ, CI അശോകനാണ്. പറയൂ സർ. ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഷാജിക്കും അറിയാമല്ലോ. അറിയാം. എവിടെയുണ്ടവൻ? എംബസി ഇടപെട്ട കേസാണ്. നിയമത്തിന് മുമ്പിൽ അവൻ കുറ്റക്കാരനാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്യും. ഒളിപ്പിക്കുന്നയാളും കുടുങ്ങുന്നുള്ള കാര്യം ഷാജിക്ക് അറിയാമല്ലോ. ഷാജിക്ക് പാർട്ടിയിലും സമൂഹത്തിലുമുള്ള ബന്ധം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പക്ഷേ ഇന്ന് വരെ ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. ഇനി അത് ഉണ്ടാവുകയുമില്ല. ഓ, ഇനി ഉള്ള സ്നേഹം പറഞ്ഞ് വഷളാക്കണ്ട. ഉള്ള സ്നേഹം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ സർ. ഓക്കെ ഓക്കെ. ആ നിങ്ങൾ വന്നത്? ഞാൻ നന്ദകുമാർ, യെസ്. സർവ്വതൊഴിലാളി സംഘത്തിന്റെ താലൂക്ക് പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിരുന്നു. സാധാരണ പോലീസുകാര് തൊഴിലാളികളുടെ മേലിൽ കുതിര കയറാറില്ല. പോലീസിന്റെ പണി അതല്ലല്ലോ. പിന്നെ എന്താണ് മിസ്റ്റർ നിങ്ങളിപ്പോൾ കാണിച്ചത്? എണീക്കടാ. എന്നോടാണോ? പിന്നെ നിന്റെ തന്ത ഇവിടെ ഇരിക്കുന്നു. തന്തയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, സൂക്ഷിക്കണം. തന്തയ്ക്ക് വിളിച്ചെങ്കിലേ അതിന് നീ അർഹനാണ്. ഒരു സംഘടനയുണ്ടെന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുള്ള നിന്റെയൊക്കെ മോഹമുണ്ടല്ലോ, അത് ഈ സ്റ്റേഷൻ അതിർത്തി നടക്കില്ല. മനസ്സിലായോ? ജോലി ചെയ്താൽ കൂലി വാങ്ങാടോ. പക്ഷെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിയാലോ? സംഘടനാ ശക്തി കൊണ്ട് സാധാരണക്കാരെ വരട്ടിയാൽ അത് കണ്ടു നിൽക്കുന്ന പോലീസുകാർ വേറെ കാണും. പ്രസന്ന സാർ, ഇവനെ പിടിച്ചങ്ങ് അകത്തിടും. എന്നിട്ട് മറ്റവന്മാരെല്ലാം കൊണ്ടുപോവാ. സാർ, മൊത്തത്തിനെയും കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കോപ്പി. സാർ, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു സാറേ? റെക്കമെന്റ് അധിക്ഷേപം എന്താ അതുപോലെ? സാർ, 4 മണിക്കൊരു യോഗമുള്ളതാണ്. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിന് എനിക്ക് പങ്കെടുക്കണം സാർ. ഇപ്പൊ അത്ര സൗമ്യമായിരിക്കുന്നു. ഇങ്ങനെ വേണം നേതാക്കന്മാർ. ഒരിക്കലും നേതാക്കന്മാര് യജമാനന്മാരാവരുത്. നേതാക്കന്മാര് പറയുന്നതേ ഞങ്ങളും കേൾക്കണമല്ലോ. കൂടുതൽ വിളച്ചിൽ വേണ്ട. കേട്ടല്ലോ? എന്താടാ നോക്ക് കൂലികളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കേട്ടു സാറേ. ആ കേട്ടെങ്കിൽ പിന്നെ നേതാവിന്റെ കൂടെ അങ്ങ് പോയാട്ടെ. പോയിനടാ. നടക്ക് പോട്ടെ. നിനക്കെടുത്താൻ ഓരോന്ന് വന്നോളൂ. സാറേ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നീ ഇപ്പൊ ചെന്നോ? സാറേ, കൊല്ലാപ്പായല്ലോ. ആർക്കെങ്കിലും അറിവറിയാമോ? എനിക്കറിയാം. എന്തോ അറിയാം? കുറച്ചറിയാം. പിന്നെ യേശുസ് മകൻ. അതെന്താ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ പേരെന്താ? അത് മതി. അതിനകത്ത് നമുക്ക് പിടിച്ചു. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. വിഷമിക്കണ്ട, എനിക്ക് മലയാളം അറിയാം. മുത്തപ്പ രക്ഷപ്പെട്ടു. ഓക്കേ, താങ്ക് യു CA സർ. യെസ്, യുവർ മോട്ടീവ്? വൺ മിസ്റ്റർ സലീം, നിങ്ങൾക്കറിയും ഐ എം ഫ്രം സൗദി. ഓ, ഇപ്പൊ മനസ്സിലായി. നിങ്ങളെ കബളിപ്പിച്ചാണ് സലീം വന്നത് അല്ലേ? യാ ചീറ്റിംഗ്. റെക്കോർഡിലുണ്ട്.
നമ്മൾ അവനെ വിശ്വസിച്ചു. Like a son. But അവൻ brute. എനിക്ക് വേണം അവനെ. നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി. അവനെ കൊണ്ടേ ഞാൻ പോകൂ. ഞങ്ങൾ അവനെ പിടിച്ചിരിക്കും. ഞങ്ങളെ പറ്റിക്കാനേ അവന് കഴിയത്തില്ല. അറബി ഇതേ കേരള പോലീസാ. എന്നിട്ട് എന്റെ അവനെ പിടിക്കാഞ്ഞേ. വെറുതെ വടി കൊടുത്ത്. എനിക്ക് അവനെ വേണം. കൊല്ലണം അവനെ, കൊല്ലണം. കൊല്ലണോ വേണ്ടോ എന്നൊക്കെ അത് പിന്നെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും അവനെ നമ്മൾ കസ്റ്റഡിയിലെടുക്കും. എന്താടാ അമ്മച്ചിയില്ലേ? അമ്മച്ചി തന്നാലേ കൂച്ചു എന്തുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്നാ കൂച്ചാട്ട പിതാവേ, അമ്മച്ചി കിടക്കുവാ. അസുഖമായിട്ടൊന്നും അല്ല. ഞാനിവിടെ കെട്ടുപ്രായൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുമല്ലയോ. അപ്പൊ പിന്നെ ഇന്നത്തെ അടുക്കളപ്പണി എനിക്കിട്ട് താങ്ങിയതാ. ആ അതും നേരാ. ഏതാ നേര്? നീ പറഞ്ഞതിൽ പിന്നെ ഏതാ നേരല്ലാത്തത്? ദേപ്പച്ച വെറുതെ എന്നെ പിരികേറ്റരുത് കേട്ടോ. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുവാ. ഇപ്പൊ പറയും ചെമ്മീൻ ചാടിയ മുട്ടോളം ഒന്ന്. എല്ലാം നീ തന്നെ പറയല്ലോടാ. ജോസഫേ, അടിയൻ ഇവിടെ ഉണ്ടേ. കാപ്പി അകത്തി വന്നപ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഉഷാറായി. കുറച്ച് പൈസ എന്റെ പോക്കറ്റിലുണ്ടായിരുന്നല്ലോ. കുറച്ചെന്ന് പറഞ്ഞ എത്ര ഉണ്ടായിരുന്നു? 100 രൂപ ഉണ്ടായിരുന്നു. അപ്പച്ച പെരക്കകത്തുനിന്ന് ഷർട്ട് ഉരിയിടാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. മറ്റാരും അല്ലല്ലോടാ, നിന്റെ അനിയനല്ലോടാ എടുത്തത്. അത് വെറുതെ എടുത്തതല്ല, ഇവനോട് വേണ്ടിട്ടല്ലയോ ഞാൻ അടുക്കള കയറുന്നേ. അതിന്റെ കൂലിയായിട്ട് കരുതിയാ മതി ചേട്ടാ. അതിന് ഞാൻ എടുത്തോന്നല്ലേ ചോദിച്ചോളൂ, ഇല്ലേ അപ്പച്ച? അല്ല അതും നേരം. അച്ഛനും മക്കളും കൂടി എന്താ രാവിലെ ഒരു വാചകവടി? ഓ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു. ഓ എന്നെ അന്വേഷിക്കുന്ന ഒരു ലോഹ്യക്കാരന്. പോലീസിൽ നിന്ന് പെൻഷൻ ആയതിനു ശേഷം തുടങ്ങിയ ലോഹ്യമല്ലേ മനുഷ്യ ഇത്. യൂണിഫോം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ജോർജ് എസ് ഐ ആരാ? പുലിക്കുട്ടിയല്ലേ പുലിക്കുട്ടി. എടാ ജോസഫേ, അടുപ്പിൽ എന്താ വെച്ചിരിക്കുന്നേ? കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ പത്രം ചെന്നിട്ടോടാ. എന്റെ മെഴുക്കുവരട്ടെങ്ങാനും കരിഞ്ഞു പോയാലേ നിന്റെ തലയിൽ. ആട്ടെ, ഓഫീസർക്ക് ഇന്ന് പോവണ്ടേ? കുറച്ചു കഴിഞ്ഞ് എത്തിയാ മതി. ഇന്ന് സർവേയാ. വാഹനങ്ങളും ജനങ്ങളും പെരുകിയ ഈ കാലത്തും വഴിക്ക് വീതി കിട്ടണമെന്ന് പറഞ്ഞാൽ സ്ഥലം വിട്ടുകൊടുക്കാൻ ജനങ്ങൾക്ക് മടിയാ. അക്യൂർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനും സ്ഥാപനത്തിനും നല്ല വിലയാ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ആഹാ, രജനിയുടെ അച്ഛനല്ലേ ഈ വരുന്നത്? ഇനിയേ ഞാനിവിടെ നിന്നാ ശരിയാകത്തില്ല. വന്നാട്ടെ. നമസ്കാരം. ഇരുന്നാട്ടെ. പെൻഷൻ ആയപ്പോ സമയം ഒരുപാട് ബാക്കിയാണല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് സാറാമേട്ടത്തെ ഈ വിശേഷങ്ങൾ? എല്ലാം നല്ലത് തന്നെ, ഒന്നൊഴികെ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കാണാഞ്ഞിട്ട്. ഞങ്ങളുടെ കാര്യം മക്കള് തിരക്കാറുണ്ടോ? കൊള്ളാം. അപ്പാപ്പനെയും അമ്മാമ്മയും അവർക്ക് മറക്കാൻ പറ്റുമോ? കടയിൽ പോകാനായി അല്പം നേരത്തെ ഇറങ്ങി ഇവിടെ വരെ ഒന്ന് കയറാമെന്ന് കരുതി. അല്ല, സണ്ണി ഉണ്ടല്ലോ, അകത്തേക്ക് കയറുന്നത് ഞാൻ കണ്ടു. സണ്ണി മോനെ. സണ്ണി. അല്ലിതാര്? അങ്കിളോ? കുറച്ച് അടുക്കളപ്പണിയായിരുന്നു. ചെഞ്ചിരി ചേച്ചി പോയ ശേഷം അടുക്കളപ്പണി എന്നെയാണ് പൊന്നമ്മച്ചി ഏൽപ്പിച്ചേക്കുന്നത്. കുട്ടികളെ ഞാൻ നൃത്ത ക്ലാസ്സിൽ വരുമ്പോ കാണാറുണ്ടായിരുന്നു. അമ്മച്ചി ഒന്ന് വന്നേ, കറിക്ക് ഉപ്പുണ്ടോന്ന് നോക്കണം. സണ്ണി, ഇത് നിന്റെ ഭാര്യ രജനിയുടെ അച്ഛനാ. മോനെ, അവളും കുട്ടികളും ഇവിടെയല്ലേ വളരേണ്ടത്? ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ. അത് നേരാ. നിനക്ക് അവളെയും കുഞ്ഞുങ്ങളെയും വിളിച്ചോണ്ട് വരരുതോ? അവൾക്കും വരാമല്ലോ. അവൾ ഒരു പിടിവാശിക്കാരിയാ മക്കളെ. യവനാരാ? മോശമാണോ? ഓ, കുടുംബമായ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം പരിഹരിച്ചല്ലേ നമ്മളെപ്പോലുള്ളവർ ജീവിക്കുന്നത്. രണ്ട് സമുദായത്തിൽപ്പെട്ട നിങ്ങളുടെ വിവാഹം തന്നെ ഓർത്താൽ മതിയല്ലോ.
ഒരിക്കലും പിണങ്ങാതിരിക്കാൻ. നേരാ, അന്ന് എതിർത്തവരോട് ചങ്കുറ്റത്തോടാ മോനെ ഞങ്ങൾ ഇരുവരും നിന്നത്. ജാതിയും മതവും ഒക്കെ അത് വേണ്ടവർക്കാകാം, പക്ഷേ മനുഷ്യനാണെന്നുള്ളൊരു ഓർമ്മ വേണം. ജാതിയോ മതത്തെയൊക്കെ തള്ളിപ്പറയാതെ മനുഷ്യനാണെന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ മക്കളും അത് കണ്ട് വളരട്ടെ. അതിരിക്കട്ടെ, എന്താ നിങ്ങൾ പിണങ്ങാനുള്ള കാരണം? രജനി മോള് വല്ലതും പറഞ്ഞോ? കാര്യം എന്താണെന്ന് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ദേ ഒന്ന് പറഞ്ഞേക്കാം, നാളെ തന്നെ പെങ്കൊച്ചിനെയും കൊച്ചുങ്ങളെയും വിളിച്ചോണ്ട് വന്നേക്കണം. നിനക്ക് വെച്ചുകൊള്ളുമ്പോ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാനെന്ന് പറഞ്ഞേക്കാം, ജാക്ക് ആഹാരം ഉണ്ടാക്കി തരാനേ ഞാൻ ഇവിടെ കെട്ടിയോളൊന്നും അല്ല. ആട്ടെ, ഇയാൾക്കെന്നാ ഇനി ഒരു കെട്ടിയോള് വരുന്നത്? നോക്കുന്നുണ്ട് സൈസ് ഒത്തൊന്നും വന്നില്ല. അക്കേ ദേ പതിപോലെ ആളവിടെ തന്നെ ഉണ്ടല്ലോ. ആരാ നിരീക്ഷണേ? അക്കയുടെ കാമുകൻ. എടി കാന്താരി, എന്തൊക്കെയാ നീ പറയുന്നേ? എന്നാൽ അക്കയുടെ കാമുകനല്ല. പിന്നെ ഞാൻ ഏറ്റെടുത്തോളാം. എടി ഞാനല്ലേ മൂത്ത, ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ ചേച്ചി എനിക്ക് വഴക്കിടണ്ട, ഞാൻ എടുത്ത് ഇവിടെ ഇല്ലേ. നിർത്തനടി, മൊട്ടേന്ന് വിരിഞ്ഞില്ല, വായിന്ന് വരുന്നതൊക്കെ വലിയ വർത്താനങ്ങളാ. ഓ ഞങ്ങൾ കട്ടുറുമ്പാവുന്നില്ലേ, ഞങ്ങൾ പോയേക്കാവേ. വരുന്നടി. പിള്ളേര് കളിയാക്കിയല്ലേ? ഓ അതൊക്കെ പിള്ളേരല്ല, പെരിച്ചാഴികളാ. ആട്ടെ, കുറെ നേരമായോ വന്നിട്ട്? ആ കുറച്ചേരായി. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ആ കിട്ടാനുള്ളൊക്കെ എഴുതിയെടുത്തൂടെ? ഓ ടൗണിൽ പോകണ്ടേ? പോണം. അപ്പൊ എന്റെ അനീസിയക്കുട്ടിയെ കാണണ്ടേ? അതിനുള്ളതല്ലേ ഈ മൊബൈല്. മൊബൈല് ചെറുതായിട്ടല്ലേ കാണത്തുള്ളൂ. ചെറുതെങ്കിലും കാണാലോ. ആട്ടെ, ഈ ചുറ്റിക്കളി വീട്ടുകാരെങ്കിലും അറിഞ്ഞോ? ചേച്ചിക്ക് ഏതാണ്ട് സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി ഈ രോഗം കൊണ്ട് മറുകണ്ഠം ചാടിയതല്ലേ? ഇപ്പൊ വീട്ടിലാ, ഭർത്താവുമായിട്ട് എന്തോ ചെറിയ പിണക്കം. പ്രേമിച്ച് വിവാഹം ചെയ്താ പിണങ്ങുവോ? ഞാനും അത് ആലോചിക്കുന്നത്. പ്രേമിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതല്ലേ? ആട്ടെ, ഇനി നിന്റെ വീട്ടിലെന്തെങ്കിലും? ഇല്ലില്ല, വീട്ടിൽ ഇതുവരെ ആർക്കും സംശയമൊന്നുമില്ല. എന്നെങ്കിലും അറിയണ്ടേ? അറിയുമ്പോ അറിയട്ടെ. നീ വണ്ടിയെട്. ഞാൻ വണ്ടി എടുക്കുവേ. ഞാൻ കേറുവേ. നീ പറപ്പിക്കും. അയ്യോ പൊളിഞ്ഞു. കൊച്ചാപ്പയുടെ മക്കള് നൗഫലും നുഫയിലും. ഇണക്കുരുവികൾക്ക് വന്ദനം. അയ്യോ, ഇനി ഇവന്മാരോട് എടാ, നിനക്ക് കൃഷ്ണരാജനെ അറിയില്ലേ? കടയിലെ രാജനങ്കിളിന്റെ മോൻ. പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചതാ. എന്നിട്ട് പഠിത്തമൊക്കെ ശരിയായോ? അവർ നമ്മുടെ വീട്ടിലെ നൃത്തകാരൻ പറഞ്ഞതാ. അല്ലേട്ടാ, ഇവർ തമ്മിൽ പ്രേമിച്ചതാ. ഏതാ ഈ ഉണക്കല്? ഓ, നമ്മുടെ മാഷിന്റെ. അത് തന്നെ, മാഷിന്റെ വളർത്തുമോനാ ജ്യോതിഷ് കൃഷ്ണ. ആട്ടെ, നിനക്കൊക്കെ ഇപ്പൊ എന്തുവാ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ടായേ. പിള്ളേരെ കൂടി ഭക്ഷണമൊക്കെ ഒന്ന് പോയി തന്നാ മതിയേ. ഓ ഇതി കുരുടന്റെ ഇനി നടക്കണ്ട, ചേട്ടന്റെ ബൈക്കിൽ തന്നെ പൊക്കോ. അല്ലേടാ? അതെ അതെ. എടാ, മൂത്താപ്പയോട് ഞങ്ങളായിട്ടൊരു കലവും ഉണ്ടാക്കുന്നില്ല, അല്ലേടാ? അതെ അതെ. ഓ, നിങ്ങളിപ്പോ വീട്ടുകാരായി. പൊക്കം കുറഞ്ഞാൽ ഇച്ചിരി കുരുട്ടുപത്തി കൂടുതലാണേ. പരസ്പര സഹായം വേണം. ഒരു പാലം ഇട്ടാൽ. എവിടാ അണ്ണാ പാലം വിട്ടത്? ഓ എടാ, അതൊരു അലങ്കാര ഭാഷയാടാ. എന്ന് പറഞ്ഞാൽ പോടാ, ഉപമയ ഉൾപ്രദേശവും മനസ്സിലാക്കാത്തവൻ. ജോസഫേ, നീ ആരെങ്കിലും നോട്ടം ഇട്ടിട്ടുണ്ടോ? പരിസരം അത്ര ക്ലിയർ അല്ല. ഇപ്പൊ നിങ്ങൾ പൊക്കോ, പിന്നെ പറയാം. ഓ, അങ്ങനെ ഒരു ലൈൻ ക്ലിയർ ആക്കി ആശ്വാസമായി. വാപ്പ ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നാലോ? എന്തെങ്കിലും ഒന്ന് പറവാപ്പ. ഇക്കൈ ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കും. കാല് കഴിക്കുന്നെങ്കിൽ മാറി അവിടെ കാണാൻ ഇരിക്കുന്നടാ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, വാപ്പ എങ്ങോട്ടും വരുന്നില്ല. ഇപ്പൊ തന്നെ തല ഇറങ്ങി വീണില്ലേ? അയലത്തുകാരുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലാക്കി.
എപ്പോഴും അവർക്ക് വാപ്പയെ നോക്കിയിരിക്കാനാകുമോ? അതിന് എപ്പോഴും വാപ്പയ്ക്ക് തല കറങ്ങുന്നില്ലല്ലോ. വാപ്പ എന്റെ കൂടെ വാ. അവളും പിള്ളേരും വാപ്പയെ പൊന്നുപോലെ നോക്കും. അതല്ലെങ്കിൽ വാപ്പ എന്റെ കൂടെ വാ. മക്കളെ, വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങൾ എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഷനവാസേ, എന്താ വാപ്പ? നിനക്കെന്താ പണി? അത് ചുമട്ട് ജോലി. ജമാലെ, നിനക്ക് പെട്ടിക്കട. നിങ്ങളുടെ രണ്ടിന്റെയും വരുമാനം നിങ്ങളുടെ കുടുംബത്തിന് തികയുന്നുണ്ടോ? ഇല്ലെന്ന് ഈ വാപ്പയ്ക്കറിയാം. പഠിക്കേണ്ട കാലം രണ്ടിനെയും പഠിപ്പിക്കാൻ ഈ വാപ്പ ശ്രമിച്ചു. രണ്ടുപേരും ഈ വാപ്പയെ തോൽപ്പിച്ചു കളഞ്ഞു. പോയ കാലം ആന പിടിച്ചാലും തിരികെ കിട്ടില്ല മക്കളെ. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. പറഞ്ഞ കേട്ടല്ലോ, ഇതിനകത്ത് കാണും അവൻ. പാപ്പായി മക്കളെല്ലാം ഉണ്ടല്ലോ. നീ ആ യൂണിയൻ നേതാവല്ലേ? നിന്നെ എനിക്കറിയാം. നീ ജമാലി, നിന്നെ അറിയാം. എന്താ സാറേ വിശേഷിച്ച്? സലീം എവിടെ? സലീമോ? സൗദിയിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത് സലീം. സാർ, സലീമൊക്കെ ഇവിടെ അല്ല താമസം. അത് ഞങ്ങൾക്കറിയാം. സലീം എന്റെ ജ്യേഷ്ഠന്റെ മകനാ. അവൻ ഞങ്ങളെയും കബളിപ്പിച്ച് നടക്കുക. പിള്ളേ, ജയാ സാർ. സലീം ഇവിടെ വരാറില്ല. എങ്കിൽ എവിടെയുണ്ടെന്ന് പറയൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിരുന്നു. 2 പിള്ളേരെ ആ കിളവിയെ ഇട്ടിട്ട് അവൻ എവിടെയാ കടന്നു കളഞ്ഞിരിക്കുക. സാർ, അകത്തും പുറത്തും നോക്കി, എങ്ങും കാണാനില്ല. സാറേ, ഈ വെളുത്ത താടിക്കാരനെ പൊക്കിയാലോ? അപ്പൊ ഞങ്ങളെ വേണ്ടേ സാറുമാർക്ക്? വേണ്ടി വരുവടാ. മുസ്ലിയാരൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങേണ്ട കാര്യമല്ല, ഇന്റർപോളാ. പ്രതി എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവനെ പിടിച്ചു കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അവനെ കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം. പറഞ്ഞ മനസ്സിലായല്ലോ? ആ, ഹലോ ഗായ്സ്, ഇതാ നമ്മുടെ എലിമ്പം മന്ത്രി ഇതാ എത്തിയിരിക്കുന്നു. അടുത്ത കലാപരിപാടി ഒരു നൃത്തമാണ്. പ്രശസ്ത ഗായകൻ ജോസഫിന്റെ ഈണത്തിൽ നമ്മുടെ മാഷിന്റെ വളർത്തുപുത്രനായ ജ്യോതിഷ് നൃത്തം ചവിട്ടിക്കൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. പരിപാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റിയതോട്ടുണ്ടായ കല്യാണം. നാദോസ്വരം വേണം, തകില് വേണം, പിന്നെ ആ ചാന്തേട്ടന്റെ തപ്പ് വേണം. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. പെണ്ണിന്റെ കയ്യിൽ നമസ്തേ നമസ്തേ. എല്ലാവരും ഇരിക്കുക. ആ, ഞാൻ കേട്ടു എല്ലാവരുടെയും പാട്ടും നൃത്തവും ബഹളവുമൊക്കെ. മാഷിന് വളരെ സന്തോഷമായി. ഈ പ്രായത്തിലെ ചിരിക്കാനും ബഹളം വെക്കാനുമൊക്കെ കഴിയൂ. നമ്മളിങ്ങനെ ഒത്തുചേരുന്നത് പാടാനും ചിരിക്കാനും നിങ്ങളുടെയൊക്കെ ആശയങ്ങൾ പങ്കുവെക്കുവാനും വേണ്ടി മാത്രമാണ്. നിങ്ങളെയൊക്കെ പഠിപ്പിക്കുവാൻ സ്കൂളുകളിലും ട്യൂഷൻ ഹോമുകളിലുമൊക്കെ നിരവധി അധ്യാപകരുണ്ട്. പക്ഷെ നിങ്ങളെ പാടാനും ആടാനും നൃത്തം ചെയ്യാനും ബഹളം വെക്കുവാനും ഒക്കെ പഠിപ്പിക്കുവാൻ ഈ മാഷ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വീടുകളിലും വിദ്യാലയങ്ങളിലും ട്യൂഷൻ ഹോമുകളിലുമൊക്കെ നിങ്ങളുടെ
ചിരിക്കും കളിക്കുമൊക്കെ താഴെ വീണിരിക്കുകയാണ്. ഒരു കാര്യം കേൾക്കാം എല്ലായിടത്തും: പഠിക്ക്, പഠിക്ക്, പഠിക്ക്. അതുമാത്രമല്ല, വലിയ ആളാകൂ, വലിയ ആളാകൂ, വലിയ ആളാകൂ. ഇതുമാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. ഇനി ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു ആമയും മുയലും കൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ ഒട്ടേറെ ദൂരം സഞ്ചരിച്ചു. അകലേക്ക് നോക്കി ആമ സങ്കടത്തോടെ പറഞ്ഞു, ഇനി എത്ര ദൂരം കൂടി നമുക്ക് നടക്കണം? അതുകേട്ട മുയൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മൾ എത്രയെത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് എത്ര ദൂരം മുന്നോട്ട് പോകണം? എത്ര അനുഭവങ്ങളാണ് നമുക്ക് ഇതിലൂടെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത്? ഒരു യാത്രയും പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. ചുവട് വച്ചാൽ ചുവടുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോണം മാഷേ. കറക്റ്റ്, കറക്റ്റ്. ആട്ടെ, ഞാനൊരു ഗ്രഹപാഠം തന്നിരുന്നല്ലോ. അനീസി ഒന്ന് പറയാമോ? ക്രിസ്മസ് പപ്പായ്ക്ക് ഒരു കത്തെഴുതണം. ക്രിസ്മസ് പപ്പ എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന്. എന്നിട്ട് അനീസി എഴുതിയോ അത്? എഴുതി മാഷേ. എന്നാ ഒന്ന് വായിക്ക്. വായിക്ക്, വായിക്ക് അനീസിയ. എനിക്ക് സമ്മാനമായി ക്രിസ്മസ് പപ്പായെ ഒന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതി. ഇരിക്ക്. ഇനി ആരതി വായിക്കൂ. ഇതെന്തൊരു കൂത്താ! നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി. കൊച്ചാപ്പാക്ക് വിശക്കുന്നില്ലേ കൊച്ചാപ്പ? ഇക്ക, നിങ്ങൾ ഇങ്ങനെ നടക്കാതെ സമാധാനമായിട്ട് അവിടെ നിന്ന് ഇരിക്കുക. സമാധാനത്തോടെ ഒന്ന് ഇരുന്നിട്ട് നാളെത്രയായി? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നേരത്തും കാലത്തും ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി? ചേട്ടത്തി, അവനെന്തേ? അവൻ അവിടെ കിടക്കുക. ഐഷത്തോ? ഓ, അവളുടെ കാര്യമാ കഷ്ടം. കുട്ടികളെ കാണാതെ നെഞ്ചത്തടിയും നിലവിളിയാ. എല്ലാരും അവളെ തന്നെയാ കുറ്റം പറയുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഓ, വിഷമം കൊണ്ടാടാ. ഒരു പൊട്ടി പെണ്ണ അവള്. അരീഫ, നീ അവളെ പോയിന്ന് സമാധാനിപ്പിക്കേ. അവൻ അവിടെ ചുരുണ്ടുകൂടി കിടക്കുക. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന് പുറത്തോട്ട് ഇറങ്ങുന്ന തന്നെ പേടിയായിക്ക. പേടിക്കണ്ടാന്ന് പറയാ അവനോട്. അവന് നമ്മളെല്ലാരും ഇല്ലേ? കൊച്ചാപ്പ, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്ക്. ഒന്നാമത് സുഖമില്ലാത്ത മനുഷ്യനാ നിങ്ങള്. കൊച്ചപ്പ, ചെല്ലു കൊച്ചപ്പ, ഞങ്ങളങ്ങ് വന്നോളാം. കൊച്ചാപ്പ, മോള് കണ്ണീരൊത്തിരി ഒഴുക്കി. എടാ സലീമേ, നിന്നെ ശാസിച്ചതും തെറി പറഞ്ഞതും നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കുടുങ്ങിപ്പോയി. ഈ കുടുക്കിൽ വീണത് നമ്മുടെ കുടുംബമാ. അതിൽ ഞാനെന്നോ നീയെന്നോ ഉള്ള വ്യത്യാസം ഉദിക്കുന്നില്ല, അല്ലേ കൊച്ചാപ്പ? ഇതാടാ മക്കളെ കുടുംബം. തെറ്റെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യും. ആ തെറ്റിനെ നമ്മൾ മറയ്ക്കുന്നില്ല. നിങ്ങളങ്ങ് വളർന്നെങ്കിലും എന്റെ കൈപിടിച്ചു വളർന്ന മക്കളാണ്. നിങ്ങളിപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. വളർന്നു വലുതാകുന്ന പല മക്കളും വളർത്തിയവരെ അന്യമാക്കുന്ന ഈ കാലത്ത് ഏത് തീരുമാനത്തിനും നിങ്ങൾ ഈ കൊച്ചാപ്പായെ വിളിക്കുന്നു. പടച്ചവനെ, ഈ സ്നേഹത്തിന് മുന്നിൽ ഈ കൊച്ചാപ്പ തകർന്നു പോകുന്നു മക്കളെ. കൊച്ചാപ്പ, ഈ കുടുംബത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒത്തിരി അഹങ്കരിച്ചവളാ ഞാൻ. ആ അഹങ്കാരത്തിനുള്ള ദുഃഖം നിങ്ങൾക്ക് ഞാൻ നൽകി. ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അർഹയല്ല. മോളെ, പ്രായച്ചിത്ത ഒരുപാടായി, മതി. ഞാൻ പറയേണ്ട വാക്കുകളാണ് ഐഷത്ത് പറഞ്ഞത്. കണ്ണുനീരിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. എത്ര നല്ല ഇക്കാമരയാണ് എനിക്ക് കിട്ടിയത്. കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്ത്. ഒരുപാട് വിഷമിച്ചില്ലേ നീ? എടാ സലീമേ, നിന്റെ ഇക്കക്കന്മാര് സമ്പാദിച്ചത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല. നീ കൊലപാതകമൊന്നും നടത്തിയിട്ടില്ലല്ലോ. സാമ്പത്തിക കുറ്റം മാത്രമല്ലേ ഉള്ളൂ. അതിനുള്ള പരിഹാരം നിന്റെ ഇക്കക്കന്മാര് കാണും. നിർത്തൽ. എന്റെ കണ്ണീർ തുടയ്ക്കാൻ മാത്രമുള്ളതല്ല ഈ കരങ്ങൾ. മോളെ ആരിഫ,
ഇപ്പോഴാടി കൊച്ചാപ്പായ്ക്ക് വിശപ്പുണ്ടായത്. എടാ വരുന്നടാ മക്കളെ, നമുക്ക് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാം. അനീസ്യ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയോ? ചോദ്യം കേക്കട്ടെ. നീ ഒരാളെ പ്രേമിക്കുന്നില്ലേ? അതൊക്കെ നിനക്ക് അറിവുള്ളതല്ലേ? അതിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിനക്കിത് എന്തു പറ്റി ആരതി? എനിക്കൊരാളെ ഇഷ്ടമാണ്. അമ്പടി കള്ളി. ആരാ അത്? കൃഷ്ണരാജ്. ആര്? കൃഷ്ണരാജ്. നീ ബോധത്തോടെയാണോ സംസാരിക്കുന്നത്? എല്ലാം അറിയുന്ന നീ ഇങ്ങനെ സംസാരിച്ച? അനീസ്യ, നീ ഒന്നും മറക്കുന്നു. നീ എന്താണെന്ന് മറക്കുന്നു. എന്തെങ്കിലും നിന്റെ ആഗ്രഹം സഫലമാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ രണ്ട് സമുദായക്കാരാണെന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? നിന്റെ വാപ്പ സമ്മതിക്കുമോ? നിന്റെ കൊച്ചാപ്പമാർ സമ്മതിക്കുമോ? നിന്റെ സമുദായം സമ്മതിക്കുമോ? ആരതി? ഇല്ലടി, വിട്ടേര്. കൃഷ്ണരാജിനെ നീ മറന്നിട്ട്. അവനറിയാതെ അവനെ ഇഷ്ടപ്പെട്ടു. എനിക്കവനെ വേണം. എന്താ ജോസഫേ, കയ്യിലെന്താ? പ്രേമലേഖനോ? പ്രേമലേഖനമല്ല, എന്റെ മനസ്സ്. ആരൊക്കെ മനസ്സിലായി? അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ജോസഫിന്റെ ചില ഗോഷ്ഠികൾ ഞാൻ കാണുന്നുണ്ടല്ലോ. ഒന്ന് വായിക്കണേ പ്ലീസ്. ഇതോ ഒരുത്തി അവിടെ വിരഹദുഃഖത്തിൽ നടക്കുന്നുണ്ട്. അനീസ്യ, അവക്ക് കൊണ്ടുകൊടു. അത് റിസർവ്ഡ് ആരതി. എന്നാലേ ഇവിടെ വേക്കൻസി ഇല്ല. എന്റെ ശരീരത്തിന് മാത്രമേ മുഖക്കറൊക്കെ ഉള്ളൂ. പോടാ. ഞാൻ പറഞ്ഞതിനകത്ത് വല്ല തെല്ലോ. നെല്ലിപ്പൂവിൻ നീല കസവിട്ട് നല്ല കിനാവിനു കല്യാണം. നെല്ലിപ്പൂവിൻ നീല കസവിട്ട് നല്ല കിനാവിനു കല്യാണം. സീമന്തരേഖയിൽ പുണരാനൊരുങ്ങുന്നു സിന്ദൂര സൂര്യവസന്തം. ഈ ചെമ്പനിർ പൂവിനു താലിഭാഗ്യം. പുത്തൻ പ്രതീക്ഷയ്ക്കു പുടവയേകി പ്രാണന്റെ പാതി പകുത്തു നൽകി. പ്രതീക്ഷയ്ക്കു പുടവയേകി പ്രാണന്റെ പാതി പകുത്തു നൽകി. പുലരികൾക്കോരോ പുതുമ നൽകാൻ പ്രണയമൊരുക്കുന്നു പരിണയം. ഇതു പകരമില്ലാത്ത പരിരംഭണം. മനം പോലെ പെയ്തൊരീ മംഗല്യ ചന്ദ്രിക മധുരം പകരാനെത്തി. മനം പോലെ പെയ്തൊരീ മംഗല്യ ചന്ദ്രിക മധുരം പകരാനെത്തി. ഈ നിലവിൽ സ്നേഹസോപാനത്തിൽ നിറയെ നന്മ കൊളുത്തി. നിറയെ നന്മ കൊളുത്തി. നെല്ലിപ്പൂവിൻ നീല കസവിട്ട് നല്ല കിനാവിനു കല്യാണം. സീമന്തരേഖയിൽ പുണരാനൊരുങ്ങുന്നു സിന്ദൂര സൂര്യവസന്തം. ഈ
ചെമ്പനിർ പൂവിനു താലി ഭാഗ്യം. മോളെ ഇതാ മോളെ പലഹാരം. ഇന്ന് അച്ഛൻ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഇനി അച്ഛൻ ഇങ്ങനെ കുടിക്കുകയില്ല. മോൾക്കത് ഇഷ്ടമല്ലല്ലോ. മോള് വാ, എനിക്ക് നിന്നോട് ഒത്തിരി സ്വകാര്യം പറയാനുണ്ട്. ഇല്ല, ഞാൻ വിടില്ല. മോള് വന്നേ, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മോളോട് പറയാനുണ്ട്. അമ്മേ, മാധവ, അവരാരും ഇവിടെ ഇല്ല. അത് കണക്കൂട്ടി തന്നെ ഞാനിവിടെ വന്നത്. അമ്മേ, അച്ഛൻ, മാധവൻ, ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടമ്മേ. പകല് കിടന്ന് ഉറങ്ങരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സ്കൂള് തുറക്കല്ലേ, 2 എണ്ണത്തിന്റെ അളവെടുക്കാൻ ഞാൻ തയ്യക്കട വരെ പോയതാ. ആഹാ, ഞാൻ ഇവർക്കുള്ള പലഹാരം കൊണ്ടുവന്നിട്ട് കുറെ നേരമായി. ഇവളുടെ പിച്ചിമ്പയും കണ്ട് പുറത്തങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങൾ വന്നിട്ട് അകത്ത് കയറാന്ന് കരുതി. മാധവ, ഇതാ മോനെ പലഹാരമാണ്, എല്ലാവർക്കും വീതിച്ചു കൊടുക്ക്. ഇതാ വാങ്ങിക്കേ. ഇങ്ങത്താ ചേട്ടാ, ഞാൻ കൊടുക്കാം. പലതും മനസ്സിലാക്കാൻ മദ്യം സമ്മതിക്കില്ല, സ്നേഹം പോലും. ഒരുപാട് തെറ്റുണ്ട് മക്കളെ അച്ഛന്. അച്ഛൻ തിരുത്താൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും അച്ഛന്റെ മക്കളാ, പൊന്നു മക്കൾ. ഈശ്വര, നല്ല ബുദ്ധി തോന്നിയല്ലോ. പപ്പയടുത്ത് നമുക്ക് പോകാം. കൊന്നുകളെ ഞാൻ. മിണ്ടാതെ എന്റെ കൂടെ വന്നോണം. വാ ഇവിടെ. ഉമ്മുമ്മ, വാപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട്. പുറത്തിറങ്ങാത്തതാ. എന്റെ റബ്ബേ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ. മൂത്ത നിന്നെ ഡോക്ടറാക്കാനും ഇവനെ എഞ്ചിനീയർ ആക്കാനുമാ അവരാഗ്രഹിച്ചിരുന്നത്. അതിനായിരിക്കും മോഷ്ടിച്ചത്. ഇപ്പൊ തന്നെ പലരും കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടറായ കള്ളന്റെ മകൻ ഡോക്ടറായെന്ന് പേര് കിട്ടും. ഞാൻ എഞ്ചിനീയർ ആയാലോ? കള്ളന്റെ മകൻ എഞ്ചിനീയർ എന്ന് പേര് കിട്ടും. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഏയ് ഷേഷ്മാക്, എന്താ മനസ്സിലായില്ല?
പേരെന്താന്ന് എനിക്കറിയാം. നിങ്ങൾ പറയണ്ട. നുഫൈൽ, നൗഫൽ. ഉമ്മ, സലീമകത്തുണ്ടോ? ഇല്ല സാഹിബേ. എന്നെ അറിയുമോ? പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ബാപ്പയെ കൊണ്ടുപോകരുത്. ഞങ്ങൾക്ക് ബാപ്പയെ അത്ര ഇഷ്ടവാ. നിങ്ങള് പാപ്പ ചതിയന കല്ലന കല്ലൻ. ഇത്ര നല്ല മക്കളെ കിട്ടിയവൻ അന്യന്റെ സ്വത്ത് എലിക്കുമോ? ഈ മക്കളെ ഓർത്ത് അവനോട് ക്ഷമിക്കണേ. അവനെ കാണട്ടെ. മക്കള് എനിക്കുമുണ്ട്. മക്കളോട് മുഹബത്തുള്ളവൻ ഇങ്ങനെ കാണിക്കില്ല. നിങ്ങളെ കരയണ്ട. മക്കളുടെ കരച്ചിൽ എനിക്ക് സങ്കടമാണ്. പോകുന്നു ഉമ്മ. ഈ മക്കളെ കണ്ടപ്പോ എന്റെ കൽപ്പിട്ട് ഒരു പഴത്തിൽ. ഇതാ മക്കളെ, വാങ്ങിക്കൂ. സന്തോഷമായോ? Are you happy? അസ്സലാമലൈക്കും മാ. അലൈക്കും അസ്സലാം. പോകുന്നു. എന്റെ പൊന്നു മക്കളെ, എന്റെ ബദ്രീങ്ങളെ കാത്ത്. കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ. വാ നോക്കാം. ഈ അങ്കിളിനെ എനിക്കറിയാവുന്നതാ. വലിയ ഫോട്ടോഗ്രാഫറാ. അപകടം പറ്റി 2 കാലം തളർന്നു പോയതാ. കാറൊക്കെ ഓടിക്കും. മാമാ ബോധം പോയതാ. ഇച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ പോയി ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാം. ഡോക്ടർ വരുമോ? ചൈതന്യ ഹോസ്പിറ്റലിലെ സലീം ഡോക്ടർ വളരെ നല്ല മനുഷ്യനാ. ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്താ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ആരാത്? എന്താ മോനെ? ഒരങ്കിള് ബോധം കെട്ട് കിടക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ. സാധാരണ അസുഖങ്ങളൊക്കെ തന്നെ. ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടറെ. പിന്നെ മരുന്നും ആഹാരവും സമയാസമയങ്ങളിൽ കഴിക്കും. ആഹാരം അല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ. കഴിക്കരുതെന്ന് പറയുന്ന ആഹാരത്തോടാണ് കൂടുതൽ താല്പര്യം. എങ്കിലും ഡോക്ടറുടെ മുഖം ഓർക്കുമ്പോൾ ഒന്ന് പതുങ്ങും. വരൂ. നന്ദിയുണ്ടോ ഡോക്ടറെ? വേറെ വല്ലോടും ആയിരുന്നെങ്കിൽ ഹൃദയം എന്നേ കീറി മുറിച്ചേനെ. Actually, he needs a graft. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ വരുന്നവർക്കെല്ലാം അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ആ മിടുക്കനായല്ലോ. എല്ലാം ഡോക്ടറുടെ കാരുണ്യം. ഓൾ റൈറ്റ്. ഇപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല ഡോക്ടറെ. 3 നിലയുടെ മണ്ടയ്ക്കൊന്നല്ല വീണത്. ഇത്രയൊക്കെ ആയാൽ പോരെ? അയ്യോ, അതുകൊണ്ട് പറഞ്ഞതല്ല. നടക്കും. നിങ്ങളെ ഓടിച്ചിട്ട് ഈ ആശുപത്രി വിടൂ അല്ലേ ഡോക്ടറെ? വളരെ വളരെ സന്തോഷം ഡോക്ടർ. ബോധം കെട്ടുകിടന്ന എന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യത്തിനായി ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ എത്ര നല്ല ഡോക്ടേഴ്സാ, എത്ര നല്ല ജോലിക്കാരാ ഇവിടുത്തേത്. ആയിക്കോട്ടെ മനോജെ, ആ വാക്കറോട് കൊടുത്തു വിട്ടേക്കണേ. ശരി ഡോക്ടർ, കൊടുക്കാം. ഡോക്ടറിന്റെ മുറിയോടാ.
സലീം ഡോക്ടറാണോ സലീം ഏതെങ്കിലും ഡോക്ടർ ഡോക്ടർ. സലീം ഡോക്ടറുടെ റൂമാണെങ്കിൽ അതാ. ഡോക്ടറെ ആ. ഞാൻ ഉഫയില് ആ. ഇവിടെയൊക്കെ എന്തുവാ വീൽ ചെയറിൽ ആ. സഞ്ചരിക്കുന്ന ഒരു മാമനില്ലേ, ഒരു ഫോട്ടോഗ്രാഫർ. മോഹനോ കാരണ പ്രവർത്തകൻ എന്ത് പറ്റി മോനെ? അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. എവിടെ? ആ വൈദ്യശാല ജംഗ്ഷനില് മോൻ എങ്ങനെയാ വന്നത്? സൈക്കിളില്. ആ മോൻ വയ്ക്കൂ, ആ, ശരി, ഞാൻ വന്നേക്കാം. ഞാൻ വരാം കേട്ടോ. ആ പോയിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ ഡോക്ടർ. എന്ത് പറ്റിയത്? അറിയില്ല ഡോക്ടറെ, തല കറങ്ങിയതുപോലെ തോന്നി, പിന്നെ ഒന്നും ഓർമ്മയില്ല. പൾസ് ഓക്കെ. ഓക്സിമീറ്റർ. ഡോക്ടറെ എന്തായി? കുഴപ്പമില്ല മോനെ, ഷുഗർ കുറഞ്ഞതാ. ഓക്കെ. ഇത് അനിയനാ? ഇയാളെ നല്ല വെള്ളമൊക്കെ കൊടുത്ത് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് നല്ല ഉഷാറാക്കി. വളരെ നല്ല കുട്ടിയാ കേട്ടാ, കൊള്ളാം. ഇങ്ങനെ വേണം കുട്ടികളെ എന്ന്. ഓക്കേടാ. നന്ദി ഡോക്ടറെ. നന്ദി പറയേണ്ടത് ഇവർ രണ്ടുപേരോടും കൂടിയാ, എന്നോടല്ല. വളരെ സന്തോഷം മക്കളെ. ഞാൻ ഈ അവസ്ഥയിൽ കടന്നപ്പോൾ ഇതുവഴി എത്ര പേർ പോയി കാണും. പക്ഷേ നിങ്ങൾ ചെയ്തത്. ഞങ്ങള് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയതാ. പോട്ടെ ഡോക്ടറെ. വെൽ ഡൺ. എന്താ ആരതി? ഒരു പരിചയമില്ലാത്ത പോലെ. അതിന് നമ്മൾ മിക്കവാറും കണ്ടുമുട്ടുന്നവരല്ലേ. കാണുന്നുണ്ടെങ്കിലും കണ്ട പാവം കാണിക്കാറില്ലല്ലോ. ആരതിക്ക് ഇപ്പൊ എന്ത് വേണം? പറഞ്ഞ തരുമോ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ. കഴിയും. കിട്ടില്ലാന്നറിഞ്ഞോണ്ട് ഒന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. കൈ എത്തിപ്പിടിക്കുന്ന അകലത്തിൽ കിട്ടാവുന്നതൊന്നുള്ളപ്പോൾ. ആരതി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കൃഷ്ണരാജനെ വേണം. എല്ലാം അറിയാവുന്ന ആരതി തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അനീസിയെ മറക്കാൻ കഴിയില്ല. കൃഷ്ണരാജനെ മറക്കാൻ എനിക്ക് ഒരു മുഴം കയറോ പാഞ്ഞു വരുന്ന ട്രെയിനോ ഏത് വേണമെന്ന് കൃഷ്ണരാജൻ എന്നെ തീരുമാനിക്കും. ആരതി, ചൈതന്യ ഹോസ്പിറ്റൽ എല്ലാം ഇങ്ങനെ അഡ്രക്കി പിടിച്ച് വെച്ചേക്കുക. ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. രാജി നേശമേ ഇങ്ങോട്ട് ഇറങ്ങി വാരി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നത്? അല്ല അത് അങ്ങനല്ല ഡോക്ടറെ. പിന്നെ ഞാനാ വിളിക്കുന്നത്. നീ ഇവിടെ അയ്യോ. ആ അശോകൻ വെള്ളം പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. മഹേഷ് പോയി പോയി, ഞാൻ ഇതിലിടപെടും. ശരി ഡോക്ടർ. നീ മുസ്ലിയാരെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കല്ലേ? എടി ഇതൊരു ആശുപത്രിയാണെന്നും നീ ഇവിടുത്തെ നേഴ്സാണെന്നും എനിക്കറിയാം. എവിടെയാണ് നിന്റെ ഡോക്ടർമാര്? എവിടെയാണ് നിന്റെ നേഴ്സന്മാര്? അശോകൻ, എന്തിനാണ് എന്നും ഇങ്ങനെ വന്ന് ബഹളം വെക്കുന്നത്? ഇതൊരു ആശുപത്രിയല്ലേ? പേഷ്യൻസിന് അതെല്ലാം ശല്യമാകില്ലേ? മഹേഷ് ഡോക്ടർ, രോഗികളുടെ കണ്ണിലുണ്ണി. നമസ്കാരം. പണ്ട് ഡോക്ടർമാരെ പോലെ സഞ്ചിയും തൂക്കി വീട് വീടിനാന്തരം കയറിറങ്ങി ചികിത്സിക്കുന്ന മഹാനുഭാവൻ. അതെ, എന്തേ മറ്റേ മഹാനുഭാവൻ ഡോക്ടർ സലീം. എന്നെ നാണം കെടുത്തൊന്ന് പോ മനുഷ്യ. വീട്ടിലെ സ്വൈര്യതയില്ല, ജോലി സ്ഥലത്തും. ഒന്ന് ചെയ്തു തരാമോ? എന്നെ എന്റെ രണ്ട് മക്കളെയും ഒന്ന് കൊന്നു തരാമോ?
രാജയാകത്ത് പോ. ഇഞ്ചക്ഷനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. രാജയാകത്ത് പോ. അശോക പ്ലീസ് പറയുന്നത് കേൾക്കും. എന്താ അശോക പ്രശ്നം? നമസ്കാരം മോഹൻ സാറേ. അശോക് പി നായർ. അശോക് പി നായർ നല്ല ഫോമിലാണല്ലോ. അശോക, ഇതൊരു ഹോസ്പിറ്റലാണ്. തൽക്കാലം സ്ഥലം വിട്. എന്റെ മോഹൻ സാറ് പറഞ്ഞ അതിനപ്പീലില്ല. ഞാൻ എന്തും സാറ് വന്നതെല്ലാം എന്റെ ഭാഗ്യം. നോർമൽ കേട്ടോ. താങ്ക്സ്. ഡോക്ടറെ, കൊറോണ കാലത്ത് ഹാർട്ട് കേസുകൾ വളരെ കുറവാണെന്ന് കേട്ടു. ഹാർട്ട് ഓപ്പറേഷൻ തന്നെ ഇല്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ളവർ വളരെ ചെറിയ മരുന്നുകൾ കൊണ്ട് ഞങ്ങളെയൊക്കെ ചികിത്സിക്കുന്നു. നന്ദി ഡോക്ടറെ. അപ്പൊ ഈ അശോകൻ പ്രശ്നക്കാരൻ തന്നെയാണല്ലേ? അശോകന്റെ അകന്ന ബന്ധുവാണ് കോടിയാട്ട് കൃഷ്ണൻ നായർ. കോടിയാട്ട് കൃഷ്ണൻ നായരുടെയാണ് ഈ സ്ഥാപനം. ഞങ്ങൾക്ക് ലീസിന് തന്നതാണ്. മാസവാടക ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരുമില്ലായിരുന്നു. അദ്ദേഹം എവിടെയോ പോയിരിക്കുകയാണ്. അറിയില്ല എവിടെയാണെന്ന്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഞങ്ങൾ പൈസ ഇടുന്നുണ്ട്. ഈ അശോകൻ എന്ന ആള് ഇപ്പോൾ വന്നിട്ട് തിരിച്ചു പിടിക്കാനും ബാറിന് കൊടുക്കാനും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഡോക്ടറെ, അപ്പം നല്ലവർക്ക് ഈ നാട്ടിൽ കാലുകുത്താൻ ഒരു സ്ഥലവുമില്ല അല്ലേ? എന്തിനും ഒരു പരിഹാരം കാണണമല്ലോ. അശോകന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പരിഹാരം കാണും. ഡോക്ടർ വിഷമിക്കണ്ട. അയ്യോ പോയി. കെട്ടിയോടും കെട്ടിയോനോടെ കുഞ്ഞു കളിക്കുന്നു. ഇവിടെ ഒരുത്തിന് ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് കഷ്ടപ്പെടുവാ. വൈകിട്ട് കഞ്ഞിയും പയറും മതിയോ തള്ളേ? 2 പപ്പടവും കൂടെ കാച്ചടാ. എടാ ചെറുപയർ തോരനോടെ വെച്ചോടാ. ചെറുപയറല്ല. ഓ, തന്തയായി പോയില്ലേ. ഏതെങ്കിലും തന്തയ്ക്കും തളയ്ക്കും എന്നെ എങ്ങനെ നിർത്താൻ തോന്നുവോ? എന്നെ എന്തെങ്കിലും കെട്ടിച്ചു വിടത്തില്ലായിരുന്നോ? എന്റെ പ്രായമുള്ളവർക്കേ എന്നേക്കാൾ വളർന്നു വലിയ മക്കളെ തന്തേ. നീ ചില പെമ്പിളാർക്കൊക്കെ ലവ് ലെറ്റർ കൊടുത്തല്ലോടാ. എന്നിട്ട് എന്തായി? ഓ, എന്താവാനാ, ചീറ്റി. ഈ തലയുടെ ചിരി കണ്ടിട്ട് എനിക്ക് അങ്ങ് ചോറിഞ്ഞങ്ങ് കേറുന്നങ്ങ്. എന്താടാ എന്റെ ചിരിക്ക് കുഴപ്പം? വളർന്നല്ലോ. ഇനി നിങ്ങളൂടെ ഉള്ളൂ പാപ്പന്റെ മണ്ട കയറാൻ. കേറിക്കോ. നിൽക്കവിടെ. സാറാമ്മേ, എന്ത് പറ്റിയിടി നിനക്ക്? എനിക്കൊന്നും പറ്റിയില്ല. ഇത്രയും നാൾ ഇവര് പിണങ്ങിയിരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. എനിക്കും അറിയണം. എന്നെ ഇത്രയും നാളും അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്തി എന്തിനാണെന്ന് എനിക്കും അറിയണം. അമ്മച്ചി, അത് ഞാൻ പറയാം അമ്മച്ചി. നാഷണൽ ഹൈവേക്ക് റോഡിന് സ്ഥലമെടുപ്പ് നടന്നു. ഇവളുടെ കൂട്ടുകാരി ഐഷയുടെ സ്ഥലം എടുക്കരുതെന്ന് ഇവള്. പക്ഷെ റോഡിന് സ്ഥലമെടുത്ത് വന്നപ്പം ഇവളുടെ കൂട്ടുകാരുടെ സ്ഥലവും ആ കൂട്ടത്തിൽ പോയി. അതാണ് പ്രശ്നം. നേരെ ചൊവ്വ അളക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഇവള് പറഞ്ഞ റെക്കമെൻഡേഷൻ ഞാൻ കേട്ടില്ല എന്നുള്ളതാണ് ഇവളുടെ പരാതി. അതിനാ ഇവള് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയത്. എടി മോളെ, അപ്പനെ പോലെ നീതി നടത്തുന്ന ഒരു ഭർത്താവിനെ അല്ലേടി നിനക്ക് കിട്ടിയത്. ക്ഷമിക്കണോ അപ്പച്ച, തെറ്റ് എന്റെ ഭാഗത്താ. അവർക്ക് ഇനി അകത്തോട്ട് കയറാമല്ലോ സാറാമ്മേ. കേറാം. പക്ഷെ മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. ഈ അടുക്കള ഒഴിവാക്കി തന്നേ. വാപ്പാ. ജമാലോ, വാപ്പ എന്താ രാവിലെ കുടയൊക്കെ ആയിട്ട്? ഒക്കെ പഴയതല്ലേ. വാപ്പയോളം പഴക്കമുണ്ട് കുടയ്ക്കും. ഞാൻ നിന്റെ കാര്യം രാവിലെ വിചാരിച്ചതേ ഉള്ളൂ. എന്താ വാപ്പ? നീയും കുട്ടികളും സുഖമായിരിക്കുന്നോ എന്ന്. സുഖമായിരിക്കുന്നു വാപ്പ. ആട്ടെ, സലീമിന്റെ കാര്യം നീ വല്ലതും അറിഞ്ഞോ? പോലീസിനെ ആരോ വിലക്കിയിട്ടുണ്ടോ വാപ്പ? ഇപ്പോ അവിടെ റെയ്ഡൊന്നുമില്ല. ആ അറബി ഇതുവരെ പോയിട്ടില്ലെന്നാണ് അറിയുന്നത്. സലീം
എന്റെ ഇടയതല്ലേ വാപ്പ. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഇതുവരെ വാപ്പയ്ക്കായി ജീവിച്ചു. ഇനി മക്കൾക്ക് വേണ്ടിയും ജീവിക്കാം. എന്തായാലും ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്നെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കിയില്ലല്ലോ. ഞങ്ങളും വയസ്സാകില്ല വാപ്പ. ഞങ്ങളുടെ മക്കളും അങ്ങനെ ചിന്തിച്ചാലോ? അത് നേരാ. എന്നാ നമുക്കിറങ്ങാം. നീ ആ കഥ അങ്ങടച്ചേ. ആട്ടെ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സാറ് കുളിച്ച് ഷേവ് ചെയ്ത് കുട്ടപ്പനായിരിക്കല്ലേ? എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. ജീവനുണ്ടോന്ന് സംശയമായിരുന്നു. കുറെ കുട്ടികളാ ഇവിടെ കൊണ്ടുവന്നത്. ഓ, ആട്ടെ, സിസ്റ്ററിന്റെ പേരെന്താ? ബീന. ആ, വീടെവിടാ? ഇവിടെ അടുത്ത് തന്നെ. അടുത്തെന്ന് പറഞ്ഞാല്? കോടിയാട്ടെന്ന് പറയും. കോടിയാട്ടോ? അശോകന്റെ ഭാര്യ. അറിയുമോ? അറിയുമോന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല. മിടുക്കനായല്ലോ. മിടുക്കൻ. ആട്ടെ, പേരെന്താ? അപ്പോൾ പേരെഴുതിയില്ലേ? ആ, എങ്കിൽ ആ കോളം അങ്ങനെ തന്നെ കിടക്കട്ടെ. വാഹനം പിടിച്ച ആളെ കാണണമെന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി ഡോക്ടർ. കാരണം വരെ ഇവിടെ കൊണ്ടുവന്ന കുട്ടികളായിരിക്കും. ആഹാ, നിങ്ങളായിരുന്നു ആംബുലൻസ് സർവീസ്? ഞങ്ങൾ മൈതാനത്ത് പോയതാണ് 2 സൈക്കിളിൽ. അപ്പോഴാണ് ഈ മാമൻ വണ്ടി ഇടിച്ച് താഴ്ചയിൽ കിടക്കുന്നത് കണ്ടത്. വിളിച്ചു കൂവിയിട്ടും ആരും സഹായിച്ചില്ല. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഈ അങ്കിളിനെ പൊക്കിയെടുത്ത് റോഡിൽ എത്തിച്ച്. ഒറ്റ വാനവും നിർത്തിയില്ലെന്നേ. പിന്നെ ഞാനൊരു ഓട്ടോയുടെ മുമ്പിലെടുത്ത് ചാടി അങ്ങ് നിർത്തിച്ച. ഓ, എന്ത് നല്ല മക്കൾ. മക്കളെ, ഈ നന്മ എത്ര വളർന്നാലും കൈവിടരുത്. ഒന്നില്ലാതായി എന്റെ ഇക്കാക്കാട് സൈക്കിള്. എന്റെ സൈക്കിൾ ആരാണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അങ്ങനത്തെ ആളുകളും ഈ ഭൂമിയിലുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ. ശരി മക്കളെ, ശരി. ദൈവം നിങ്ങളെ നന്മയുള്ള മക്കളായി വളർത്തട്ടെ. ആ, പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കാണാം. ഓക്കെ. അയ്യോ, ഇതെവിടെ പോയി? ഡോക്ടർ, 3-ാം നമ്പർ റൂമിലെ പേഷ്യന്റിനെ കാണാനില്ല. എവിടെ പോയി? അവിടെ ഉണ്ടായിരുന്നോ? ഒരു ബാഗ് ഇരിക്കുന്നു, ലെറ്ററും ഉണ്ട്. ഞാൻ കോടിയാട്ട് കൃഷ്ണൻ നായർ. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ഈ ബാഗിൽ നിങ്ങളുടെ ആശുപത്രി പുരയിടത്തിൻ്റെ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ ബാഗിൽ കുറച്ച് പണമുണ്ട്. അതിൽ നിന്നും കുറച്ച് രൂപ കൊണ്ട് ഒരു സൈക്കിൾ വാങ്ങി ആ കുട്ടികൾക്ക് കൊടുക്കണം. ബാക്കി തുക നഴ്സ് ബീനയ്ക്ക് കൊടുക്കണം. അങ്ങ് വളരെ അകലെ ഞാൻ ഉണ്ടായിരിക്കും കൃഷിയുമായി. മനുഷ്യത്വമുള്ള ഡോക്ടർമാരെ, ഗുഡ് ബൈ. കോടിയാട്ട് കൃഷ്ണൻ നായർ. കൃഷ്ണ, നടക്കാം. എങ്ങോട്ട്? നീണ്ടു നിവർന്നു കിടക്കുന്ന റെയിൽ പാളത്തിലൂടെ. അതെ, ഇത് ട്രെയിനുകൾക്ക് മാത്രമുള്ളതാണ്. നമുക്കുള്ളതല്ലേ? ഇതിലെ പാഞ്ഞു പോകുന്ന ട്രെയിനുകൾ നമുക്കുള്ളതാണ്.
ദൂരെ ദൂരെ എനിക്ക് കൃഷ്ണയുമായി ഒരുപാട് യാത്ര ചെയ്യണം. അനീസ്യമായിട്ടുള്ള യാത്രകൾ എൻ്റെ സങ്കല്പത്തിലുള്ളതാണ്. കാശ്മീരിലേക്കാണോ? അയ്യോ, അവിടെ പൊട്ടും. ടിഷ്യൂ. അയ്യോ എന്നാ വേണ്ട, നമുക്ക് അയർലൻഡിലേക്ക് പോകാം. പിന്നെ എവിടെയൊക്കെ പോകണം? കൃഷ്ണൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം. നമ്മുടെ ഈ നാട് കേരളം. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെ പറ്റി നമ്മൾ പറയാറുമില്ല, കേൾക്കാറുമില്ല. നീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അതൊന്നും നമ്മുടെ കേരളത്തോളം വരില്ല. എങ്കിലേ നമുക്കെങ്ങും പോകണ്ട. നമ്മുടെ മക്കൾ 6 പേരുമായി നീ പറഞ്ഞ ഈ നാട് കാണാൻ ഒരു ഓട്ടോറിക്ഷയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. മക്കൾ എത്ര പറഞ്ഞു? 6. 6? അപ്പൊ അതിൽ എത്ര ആണ്, എത്ര പെണ്ണ്? ആണില്ലടാ. ആണില്ലേ? അയ്യോ, എന്താ? അല്ല, ഈ 6 കൂടെ കെട്ടിച്ചു വിടാനേ എത്ര സ്വർണം വേണ്ടി വരുമെന്തോ. അല്ല, കുഴപ്പമില്ല, നിന്റെ വാപ്പാക്ക് സ്വർണ്ണക്കടയാണല്ലോ. ഓഹോ, അതിനിപ്പോഴേ മോൻ മഞ്ഞു കൊള്ളണ്ട. സ്വന്തമായിട്ട് അധ്വാനിച്ച് വേണം മക്കളെ വളർത്താൻ. ആട്ടെ, പാപ്പ അറിഞ്ഞോ? ഇല്ലെന്നാ തോന്നുന്നേ. ഉമ്മ ചില മുക്കലും മുരടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ അച്ഛൻ അറിഞ്ഞു, പക്ഷെ എന്നോട് നേരിട്ടൊന്നും ചോദിക്കുന്നില്ല. ചേച്ചിയുടെ അന്വേഷണമില്ല. പിന്നെ അച്ഛൻ നിങ്ങളുടെ കടയിൽ ശമ്പളക്കാരനാണല്ലോ. കൊച്ചച്ഛൻ പോലീസ് ഓഫീസറാണെങ്കിലും അച്ഛൻ കൊച്ചച്ഛൻ്റെ സഹായമൊന്നും ചോദിക്കത്തില്ല. അച്ഛൻ എന്നോട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായിരുന്നു? കടയിലെ ജോലി മാത്രമേ ഉള്ളൂ, കഞ്ഞികൂടി മുട്ടിക്കല്ലേ മോനെ. നീ എന്ത് പറഞ്ഞടാ? കരഞ്ഞു. എന്റെ തലയണ കുതിരുന്നത് വരെ ഞാൻ കരഞ്ഞു. എന്റെ കൃഷ്ണൻ ഒരിക്കലും കരയരുത്. എന്റെ അനീസയും കരയരുത്. നിന്റെ തീരുമാനം എന്താണ് കൃഷ്ണ? അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതിന് എനിക്ക് ഉത്തരമില്ല അനീസ. ഉത്തരം ഞാൻ പറഞ്ഞു തരാം കൃഷ്ണ. ഈ പാളത്തിലൂടെ പാഞ്ഞു വരുന്ന തീവണ്ടിക്ക് മുമ്പിലേക്ക് ഞാൻ ചാടും. അവിടെ നിന്നെ സ്നേഹിച്ച എന്റെ ഹൃദയം പൊട്ടിത്തകർന്ന് അതിലൂടെ ഒഴുകുന്ന രക്തം നിന്നിലേക്ക് തെറിക്കൂടാ. അങ്ങനൊന്നും പറയാതെ അനീസ. കാണണോ? പാഞ്ഞു വരുന്ന ആ ട്രെയിനിന്റെ മുമ്പിലേക്ക് ഞാൻ ചാടുന്നത് കാണണോ? നയനങ്ങൾ നീർത്തടാകങ്ങൾ നിൻകിനാക്കൾ നീന്തിയലയും പൊന്മരാളങ്ങൾ. നീലനയനങ്ങൾ നീർത്തടാകങ്ങൾ നിൻകിനാക്കൾ നീന്തിയലയും പൊന്മരാളങ്ങൾ. നമ്മളിരുപേരും ഇന്നൊത്തു ചേരുമ്പോൾ യവന ചന്ദ്രിക പേരു തോരാ ധന്യയാമങ്ങൾ. നമ്മളിരുപേരും ഇന്നൊത്തു ചേരുമ്പോൾ യവന ചന്ദ്രിക പേരു തോരാ ധന്യയാമങ്ങൾ. നീലനയനങ്ങൾ നീർത്തടാകങ്ങൾ നിൻകിനാക്കൾ നീന്തിയലയും പൊന്മരാളങ്ങൾ. വസന്തമാരുതനായി മുടിയിട തഴുകാം ഞാൻ.
സുഗന്ധ സുന്ദരി നീ കവിളിലൊരുമ്മ നൽകുമ്പോൾ വസന്തമാരുതനായി മുടിയുടെ തഴുകാൻ ഞാൻ. സുഗന്ധ സുന്ദരി നീ കവിളിലൊരുമ്മ നൽകുമ്പോൾ നീലനയനങ്ങൾ നീർത്തടാകങ്ങൾ നിൻകിനാക്കൾ നീന്തിയലയും പൊന്മരാളങ്ങൾ ചന്ദ്രിക പെയ്തു തോരാ ധന്യയാമങ്ങൾ. ഡിസംബർ സന്ധ്യകളിൽ ഹിമകണമുതിരുമ്പോൾ നമുക്ക് പാർക്കാനായി തളിരില കൂട് കൂട്ടുന്നു. ഡിസംബർ സന്ധ്യകളിൽ ഹിമകണമുതിരുമ്പോൾ നമുക്ക് പാർക്കാനായി തളിരില കൂട് കൂട്ടുന്നു. പുലർനിലാവിൽ എനിക്കു മാത്രം നിറഞ്ഞു പുൽകാനാ പതുങ്ങി നിൽക്കും മഴത്തണുപ്പോ മയക്കമില്ലെന്നോ മയക്കമില്ലെന്നോ. പുലർനിലാവിൽ എനിക്കു മാത്രം നിറഞ്ഞു പുൽകാനായി പതുങ്ങി നിൽക്കും മഴത്തണുപ്പോ മയക്കമില്ലെന്നോ മയക്കമില്ലെന്നോ. നീലനയനങ്ങൾ നീർത്തടാകങ്ങൾ നിൻകിനാക്കൾ നീന്തിയലയും പൊന്മരാളങ്ങൾ ചന്ദ്രിക പെയ്തു തോരാ ധന്യയാമങ്ങൾ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരുവോടാ? അന്നേ ഞാൻ പറഞ്ഞതാ, നൃത്തവും പാട്ടും കൂത്തും. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇത്താത്ത അതിന് കൂട്ടു നിന്നതാ. എടാ അതിന് നൃത്തം എന്താ പിഴച്ചടാ? ആ മോള് വന്നോ? ഓ ഒരു സ്നേഹം കണ്ടില്ലേ? എന്താടി ഞങ്ങൾ ഈ കേൾക്കുന്നത്? എന്താ ഉമ്മ? നിനക്കാ മാനേജരുടെ മോനുമായി എന്താ ബന്ധം? ബാപ്പ കേൾക്കുന്നതെല്ലാം നേരാണോ മോളെ? നേരാണ് ബാപ്പ. ഇക്കാക്ക അവൾ പറയട്ടെടാ ശംസേ. അവൾക്ക് എന്തോന്ന് പറയാനുള്ളത്? വീട്ടിനകത്ത് അടച്ചിടണം. പാട്ടും ഡാൻസും. നിന്നെ ഞാനും കുറെ സപ്പോർട്ട് ചെയ്തതാ. എന്റെ കുടുംബക്കാരറിഞ്ഞ ഞാൻ ഈ നാണക്കേട് എങ്ങനെ സഹിക്കണോ? ആരും നാണം കെടണ്ട. ബാപ്പയും കൊച്ചാപ്പയും ഒന്ന് മനസ്സിലാക്കണം. മനസ്സിൽ പതിഞ്ഞ സ്നേഹം എനിക്ക് മാറ്റാൻ കഴിയില്ല. എനിക്ക് എന്നെ കൊല്ലാം. വിഷം തന്ന സ്നേഹത്തോടെ ഞാൻ വാങ്ങി കഴിക്കാം. ഇക്കാക്ക അവളുടെ ധിക്കാരം കണ്ടില്ലേ? ഷംസേ, ഇത് ലോകത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് സമാധാനപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താ അങ്ങനെ ഇരിക്കുന്നത്? ഓ ഒന്നുമില്ലടാ, വെറുതെ ഇങ്ങനെ ഇരുന്നതാ. മോനെ, നമ്മുടെ ജാതിന്നൊരു പെണ്ണിനെ കെട്ടിയാലേ ഇട്ടന് മതിയാവൂ. അതിനെ നമ്മളൊക്കെ ഇവിടെ ഇല്ലാതാവണം. സ്വർണ്ണക്കനിയിലല്ലേ അവൻ കയറി പിടിച്ചത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്റെ കയ്യും കാലും ഞങ്ങൾ തല്ലി ഒടിക്കും. നിന്നെ ഞങ്ങൾ കാത്തു കിടക്കുകയായിരുന്നു. ജീവൻ വേണേ നാട് വിട്ടോ. എന്തിന് നാട് വിടണം? അവൻ അവളെ പ്രേമിച്ചോണ്ടാണോ? അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ അവളെ കെട്ടും എങ്കിലേ ഇവിടെ ചോരപ്പുഴ ഒഴുകും. എങ്കിലാ ചോരപ്പുഴ നമുക്കൊന്ന് കാണണം.
പാർട്ടിയൊക്കെ യൂണിയൻ ഓഫീസ് ഇവൻ നോക്കിയാൽ അരികളെ എനിക്ക് വാടാ ഞങ്ങളുടെ ബലത്തെ കരങ്ങളാ ഞങ്ങളുടെ സെക്കൻഡ് എന്താ നീയൊക്കെ മൂക്കി കേട്ടു ജോലി സ്ഥലത്ത് പാർട്ടി പറഞ്ഞു ചേരി തിരിവ്, അതും ജാതിയുടെ പേരിൽ. നിങ്ങളൊക്കെ നയിക്കേണ്ടവരല്ലേ? നയിക്കേണ്ടവരിങ്ങനായാൽ. എന്റെ പേര് ജോസഫ്, വെള്ളം ചേർക്കാത്ത ക്രിസ്ത്യാനിയ. എന്റെ ചേട്ടൻ തഹസിൽദാറ. കെട്ടിയതൊരു ഹിന്ദു സ്ത്രീയെ, 2 കുട്ടികളും ഉണ്ട്. ഇതുവരെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ജാതിയും മതവും അല്ല കുഞ്ഞെ പ്രശ്നം, മനുഷ്യരാകുക എന്നതാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. രാജ് സാറേ, നാസറോ? ഇന്ന് ഞായറാഴ്ച ആയാൽ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് കരുതി വന്നതാണ്. എന്താ നാസറേ കാര്യം? കാര്യം പറയാനേ വേറെ ആൾ കൂടി ഉണ്ട്. ഇക്കായേ ഇനി പോരെ, മൂപ്പര് ഇവിടെ തന്നെ ഉണ്ട്. പുള്ളി കണക്ക് പഠിച്ചോണ്ടിരിക്കുക. ഓഹോ, എന്നെ പരിചയം കാണില്ല അല്ലേ? ഞാൻ മനപ്പട്ടി കൊച്ചുകുഞ്ഞ്, നാസറിന്റെ അപ്പച്ചിയുടെ മകനാണ്. അറിയാം, രണ്ടുപേര് വിരുന്നാട്ടെ. സൗഹൃദ സംഭാഷണത്തിൽ വന്നതല്ല, ഒന്ന് പറഞ്ഞു നോക്കാൻ. ഇല്ലെങ്കിലേ പനപ്പട്ടി കൊച്ചുകുഞ്ഞിന്റെ ആവശ്യം ഇവിടെ വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ കാര്യം പറയും. കോരവള്ളി ഞാൻ പൊട്ടിച്ചു കളയും. നിന്റെ മകന് പ്രേമിക്കുവാൻ ഞങ്ങളുടെ ബന്ധത്തിലെ പെണ്ണ് തന്നെ വേണം, അല്ലേടാ പന്ന. ഓഹോ, അതാണ് കാര്യമല്ലേ? നിങ്ങളെ പരിചയമുള്ളതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കയറിയതാണ്. നോക്ക്, ഈ കൊച്ചുകുഞ്ഞ് സ്ഥിരതാമസം എവിടെയാണെന്ന് അറിയുമോ? ഒരാഴ്ചയായിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട്. മോനോട് പറഞ്ഞേരെ, മേലിൽ ഞങ്ങളുടെ പെണ്ണിന്റെ പിറകെ നടക്കരുതെന്ന്. നടന്നാൽ അവന് ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഒറ്റക്കാലിൽ നടക്കേണ്ടി വരും. അങ്ങനെ ഒറ്റക്കാലിൽ നടക്കുന്ന 4-5 പേരുണ്ട് ഈ കൊച്ചു കുഞ്ഞിന്റെ പഴയ ലിസ്റ്റിൽ. കേട്ടല്ലോ രാജമാമ, അച്ഛനും മോനും ഈ നാട് വിട്ടു പോയിക്കോളണം. അനിയൻ പോലീസുകാരാണെന്ന് കരുതി കൂടുതൽ ഞെളിയരുത്. നോക്കാം. താക്കോല് തരാൻ വന്നതാണ്. ഇന്നലെ കട പൂട്ടിയപ്പോ മുതലാളി ഇല്ലായിരുന്നല്ലോ. കട പൂട്ടി താക്കോല് ഞാനാ കൊണ്ടുപോയത്. ഞാനില്ലാത്തപ്പോഴും അങ്ങനെയല്ലേ നടക്കുന്നത്? താക്കോൽ അങ്ങനെ മേടിച്ചിട്ട് പറഞ്ഞു കൊടുക്ക. താക്കോല് വാങ്ങിച്ച എനിക്ക് പോകാമായിരുന്നു. എവിടേക്ക്? വീട്ടിലേക്ക്. നിങ്ങൾ കട തുറക്കും മനുഷ്യൻ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിന്റെ വഴിക്ക് പോകും. കട തുടങ്ങിയ നാൾ മുതൽ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇക്കാക്ക് പ്രാന്ത, ഞാനിവിടെ എന്നാ ശരിയാവത്തില്ല. ഏയ്, അവനങ്ങനെ നിങ്ങൾ കാര്യമാക്കണ്ടെന്നേ. ഞാൻ എന്റെ മകനെ ഉപദേശിച്ചു, ശകാരിച്ചു, ഒന്നിനും അവൻ വഴങ്ങുന്നില്ല. ഇവിടുത്തെ മോള് പറഞ്ഞ അതേ അഭിപ്രായമാണ് അവനും പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നത് കുട്ടിക്കാലത്തെ അവരുടെ വികൃതിയും കുസൃതികളുമൊക്കെ അല്ലേ? നമുക്കവർക്ക് വിഷം വാങ്ങി നൽകാൻ പറ്റുമോ? പിരിച്ചു വിടുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകാമെന്ന് കരുതി ഇതാ താക്കോൽ. പോയി കട തുറക്കാൻ നോക്കുന്നേ. ഞാൻ ഉച്ച കഴിഞ്ഞേ വരികയുള്ളൂ. പോ രാജേട്ടാ. എന്താ ജ്യോതിഷേ നോട്ട് ബുക്കുമായിട്ട്? കഴിഞ്ഞ ആഴ്ച മോറൽ ക്ലാസ്സിൽ മാഷൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ക്രിസ്മസ് പപ്പായ്ക്ക് ഒരു കത്തെഴുതണമെന്ന്. പപ്പ എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് അല്ലേ? എല്ലാരും ഉത്തരം വായിച്ചു, പക്ഷെ മാഷ് എന്നെ കൊണ്ട് മാത്രം ഉത്തരം വായിപ്പിച്ചില്ല.
മാഷങ്ങ് മറന്നു പോയടാ കുട്ടാ. മാഷേ ചേട്ടനെ എല്ലാവരും എലുമ്പാന്ന് വിളിച്ച് കളിയാക്കുന്നു. മറ്റുള്ളവരെ കളിയാക്കി രസിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആട്ടെ, ഉത്തരം എഴുതിയിട്ടുണ്ടല്ലോ, നോക്കട്ടെ. എനിക്കെന്തോ അസുഖമുണ്ട്. ചിലപ്പോൾ നേരെ നടക്കാനും സംസാരിക്കാനും കഴിയുന്നില്ല. സ്കൂളിലും നാട്ടിലും എൻ്റെ ഈ രൂപം കണ്ട് എന്നെ കളിയാക്കുന്നു. ആരും കളിയാക്കാത്തൊരു ദിവസം എനിക്ക് സമ്മാനിക്കുമോ പപ്പ? കുഞ്ഞെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെ നന്മകൾ ചെയ്യണമെന്ന് ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും നന്നായാൽ ഈ സമൂഹവും നന്നാകും. മോനൊരു കുഴപ്പവുമില്ലടാ, ഏറ്റവും നല്ല മിടുക്കനാണ് നീ. ആ, പോയിരുന്നു പഠിക്കും. മാഷ് നമസ്കാരമുണ്ട്. നമസ്തേ. ഇവളുടെ ഉമ്മയാ ഞാന്. ആ, എനിക്കറിയാലോ ഉമ്മേ. മാഷ്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന് പരലോകത്തിലും പടച്ച തമ്പുരാൻ മാപ്പ് കൊടുക്കില്ല. പക്ഷേ ഓടിയും അലഞ്ഞും മനസ്സുരുകിയും പ്രാവേറി നടക്കുന്ന ഇവനിനി എന്ത് ശിക്ഷ കിട്ടിയാലെന്താ? ഈ നാടിൻ്റെ വിളക്കായ മാഷ് ഇവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു കൊടുക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും ഉമ്മയും മക്കളും ഇരിക്കേ. ഓടി ഒളിച്ചും ഇരുവരും തളർന്നു അല്ലേ? മരിക്കാൻ പോലും ആലോചിച്ചു മാഷേ. കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോ അതിനും കഴിഞ്ഞില്ല. നിങ്ങൾ മരിച്ചാലും പ്രശ്നം പരിഹരിക്കുന്നില്ലല്ലോ. നമുക്ക് പരിഹരിക്കേണ്ടത് പ്രശ്നമല്ലേ? മുസ്ലിം ഒച്ചാപ്പ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്പം നേരത്തെ ആകാമായിരുന്നു, എന്നാൽ ഇത്രയും ഓടേണ്ടി വരത്തില്ലായിരുന്നു. നമുക്ക് അർഹതയില്ലാത്തതൊക്കെ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. എന്താ, ഒരുക്കമാണോ? മാഷേ, സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. ഒരുക്കമാണ് മാഷേ. ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. യെസ്, വെരി ഗുഡ്. ടുമോറോ ഫ്ലൈറ്റിന് ഞാൻ പോകും. എല്ലാ സഹായങ്ങൾക്കും നന്ദി. നന്ദി. എനിക്ക് എന്റെ പണം കിട്ടി. കിട്ടി. അപ്പോ ഇന്റർപോള്? എന്റെ ഇന്റർപോൾ. ഞാനാണ് ഇന്റർപോൾ. എന്റെ ജോലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. അയ്യോടാ അറബി സാറേ, നിങ്ങൾ മോശക്കാരനല്ലോ. സാറേ, നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല കബളിപ്പിക്കാൻ അറിയാവുന്നത്. സമ്മതിച്ചിരിക്കുന്നു അറബി സാറേ, കൊടുകൈ. നിങ്ങളും നമ്മളെ കബളിപ്പിച്ചു. അവനെ പിടിക്കാം പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പിടിക്കാതെ വിറ്റു. എല്ലാത്തിനും നന്ദി. ചെറിയൊരു തീപ്പൊരി മതി ഏതൊരു പ്രശ്നത്തെയും ആളിക്കത്തിക്കുവാൻ. വളരെ സമാധാനത്തോടെ പോകുന്ന ഒരു ഗ്രാമമാണ് നമ്മുടേത്. ഇവിടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമെല്ലാം ഇതുപോലെ ജീവിക്കണം. മതവും ജാതിയും വേണ്ടവർക്കതാകാം, അതൊന്നുമില്ലാത്തവരെയും നമുക്ക് ഉൾക്കൊള്ളാം. സ്നേഹമൊരു തെറ്റെന്നോ കുറ്റമെന്നോ ഒന്നും നാം പറയുന്നില്ല. പക്ഷേ സ്നേഹം കൊണ്ട് കഴിവതും മറ്റൊരാളെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കരുത്. മുസ്ലിയാർ എന്തു പറയുന്നു? മാഷ് പറഞ്ഞത് എല്ലാം ശരിയാണ്. രാജന്റെ മകനും ഷാജിയുടെ മകളുമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം. എന്തു തീരുമാനവും മാഷെടുത്താലും എനിക്കത് സമ്മതം. എനിക്കും. കൃഷ്ണരാജൻ എന്താ പറയാനുള്ളത്? അതും നമുക്ക് കേൾക്കാം.
തെറ്റോ ശരിയോ നോക്കിയല്ല ഞാൻ അനീസിയെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇനി ഇതിനൊരു തീരുമാനം പറയണമെങ്കിൽ അനീസി എന്നെ വേണ്ടാന്ന് പറയണം. ഇല്ല മാഷേ, ഇല്ല. എനിക്ക് കൃഷ്ണരാജിനെ മറക്കാൻ പറ്റില്ല. ഷംസ് എന്ത് പറയുന്നു? എനിക്കെന്റെ ഇക്കാട് തീരുമാനമാണ്. സലീമിനോ? വലിയക്കാട് തീരുമാനം എന്തോ അത് തന്നെ എൻ്റെ തീരുമാനം. ഉമ്മ എന്ത് പറയുന്നു? കുട്ടികളുടെ മാതാപിതാക്കളുടെ തീരുമാനം എന്തോ അത് തന്നെ നടക്കട്ടെ. ആണും പെണ്ണും സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണമാണ്. ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇരു കൂട്ടരും തയ്യാറാണോ? കഴിയില്ല. ഇവിടെ നമ്മൾ തന്നെ സൃഷ്ടിച്ച ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അത് മാറ്റിമറിക്കാൻ സാധ്യമല്ല. പിന്നെ ഒളിച്ചോട്ടം. അനീഷയും കൃഷ്ണരാജും എന്തു പറയുന്നു? ഉമ്മയെയും ബാപ്പയെയും കൊച്ചാപ്പമാരെയും വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവൂല. ഒളിച്ചോടിയൊരു അനുഭവം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ചേച്ചി എന്നെ കഷ്ടപ്പെട്ട് നോക്കുന്ന എൻ്റെ അച്ഛനോട് അങ്ങനെ ഒരു അനീതി ഞാൻ ഒരിക്കലും കാണിക്കില്ല. മാഷൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾക്കത് സമ്മതമാണ്. അനീസ്യ +2 പാസ്സായി. ഇനി ഒരു ഡിഗ്രി എടുക്ക്. കൃഷ്ണരാജ് കുറച്ച് പേപ്പർ കൂടി എഴുതിയെടുക്കാനുണ്ടല്ലോ, അത് എഴുതിയെടുക്ക്. അതിനുശേഷം ഒരു ജോലി സമ്പാദിക്ക്. 3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു തീരുമാനമെടുക്കാം. എന്താ, അതുപോലെ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം മാഷേ. ശരി, എന്നാൽ 2 പേരും കൂടെ ആലോചിക്കും. കൃഷ്ണ, ഞങ്ങൾക്ക് സമ്മതമാണ് മാഷെ. 2 പേരുടെ തീരുമാനമാണോ? സമ്മതമാണ്. ഗുഡ്. നമുക്ക് ഇവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാലോ? ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ട്? ബംഗ്ലാവും ഗോഡൌണും കടമുറിയും വിറ്റ് അറബിയുടെ കടമെല്ലാം വീട്ടിയതല്ലേ? വേണ്ട അരിയ, നിങ്ങളെങ്ങും പോകണ്ട. നിങ്ങൾക്ക് കൂടി നിൽക്കാനുള്ള ഇടം ഇവിടെയുണ്ട്. വേണ്ട താത്ത, എന്തായാലും നമ്മുടെ കൊച്ചാപ്പ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ഞങ്ങൾക്കും 2 മക്കൾക്കും അവിടെ താമസിക്കാം. പിന്നെ എന്നെ ജീവനമൂല്യം സ്നേഹിച്ച എൻ്റെ ഇക്കാമാരുണ്ടല്ലോ, എനിക്കത് മതി. മാഷേ, സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിയാൻ വേണ്ടി എന്നെ ഒരു നല്ല മനുഷ്യനാക്കി അങ്ങയ്ക്ക് ഞാൻ എന്ത് തന്നാൽ മതിയാകും. സമാധാനമില്ലായ്മ കൂടുതലും
അവനവൻ്റെ സൃഷ്ടിയാണ്. എന്തായാലും നല്ലത് വരട്ടെ. നാളെ മുതലേ നീ എന്തെങ്കിലും കടയിലേക്ക് പോകുന്നുള്ളൂ. ആ ആ ഞാൻ ദാ എത്താറേ. ഒരു 5 മിനിറ്റ് കൂടെ ഇപ്പൊ എത്തും. ഓക്കെ. അനീസിയ കൃഷ്ണരാജ്, എത്ര വർഷമായി കണ്ടിട്ട്? കൃത്യം 4 വർഷം. താനിപ്പോ എവിടെ? ഞാൻ കാനഡയിലാ. താനോ? ഞാൻ ദുബായില്. ഹസ്ബൻഡൊക്കെ? ആ ദേ ആ വെസ്റ്റേൺ മെഡിക്കൽ സെന്റർ ഫ്രണ്ടിൽ നിൽക്കുന്ന ലേഡി വൈസ് സംസാരിക്കുന്ന ആളെ കണ്ടില്ലേ? അതാണ് എന്റെ ഹസ്ബൻഡ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വൈഫിനോട്. ഓ സർപ്രൈസ്. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്താം. വരൂ. കാലത്തിനും പരിസരത്തിനും സാഹചര്യങ്ങൾക്കും പരുവപ്പെടുന്ന മനുഷ്യജന്മം. ജനനം മുതൽ മരണം വരെയുള്ള ചുരുങ്ങിയ കാലയളവ്. ഒന്നോർക്കുക, സംഘർഷങ്ങളും വെല്ലുവിളികളും പ്രണയചാബല്യങ്ങളും സന്തോഷത്തെയും സമാധാനത്തെയും തകർക്കും. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഈ നല്ല പാഠം ഗ്രാമാന്തരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കും നാടാണല്ലോ കരുനാഗപ്പള്ളി, കലയുടെ നല്ല കളിവീടല്ലോ കരുനാഗപ്പള്ളി. നന്മയേറും നാടാണല്ലോ കരുനാഗപ്പള്ളി, കലയുടെ നല്ല കളിവീടല്ലോ കരുനാഗപ്പള്ളി. ഒരുപിടി ഓർമ്മകൾ ഉണരണ നാട്ടിലെ ഇടവഴി നടവഴി താണ്ടി വരുന്നൊരു കാറ്റിനുമുണ്ടേ കഥകൾ പറയാൻ, കഥയുടെ ചെപ്പു തുറക്കാൻ പോലും.